Kadal வந்து actually changes a person. വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ സ്റ്റാർസും നമുക്ക് ഗാലക്സി നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ചില സമയത്ത്. എനിക്ക് പൊറോട്ടയും എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. So suddenly you feel like the sea has become angry. നമ്മളുടെ കടലിന്റെ കളറുകൾ മാറും. പല തരത്തിലുള്ള കളറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കടലിന്. പിന്നെ ഡോൾഫിൻസ് എല്ലാം നമ്മുടെ കൂടെ തന്നെ നമ്മളെ സ്വിം ചെയ്ത് വരും. I think we became land sick when we came back. And when ocean tries to teach you a lesson, you learn. And if the same happens on the land, you just laugh. Congratulations on finishing the circumnavigation mission, the Naviga Sagar Parikrama 2. And also welcome to TNI office for this dialogue. Firstly, ഈ ഡിഫൻസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അവിടുന്ന് തുടങ്ങാം. സോ ഞാൻ ചെറിയ പ്രായത്തിൽ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ NCCയിൽ ജോയിൻ ചെയ്തു. എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. ആർമിയിൽ നിന്ന് റിട്ടയർ ആയതിൻ്റെ ശേഷം അച്ഛൻ NCCയിൽ ജോയിൻ ചെയ്തു. സോ അങ്ങനെയാണ് അച്ഛൻ എനിക്ക് ഡിസിപ്ലിൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ NCCയിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ ഫസ്റ്റ് ക്യാമ്പിൽ പോയതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടുന്ന് തിരിച്ചു വരാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ NCCയിൽ ക്യാമ്പിനെല്ലാം പോകാൻ തുടങ്ങിയത്. അവിടെ നിന്നാണ് നമ്മൾ ഒരുപാട് ഓഫീസേഴ്സിന്, ലേഡി ഓഫീസേഴ്സിനെയും മെയിൽ ഓഫീസേഴ്സിനെയും ഒരുപാട് യൂണിഫോമിലുള്ള ആൾക്കാരെ കാണാൻ തുടങ്ങിയതെല്ലാം. സോ അങ്ങനെ കണ്ടിട്ടാണ് ഒരു മോട്ടിവേഷൻ കിട്ടിയത് ഡിഫൻസിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. അത് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരുന്നു. ഡിഫൻസ് ആണ് എൻ്റെ എയിം എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് NCCയിലൂടെയാണ് അതിനോടുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയത്. என்னோட அப்பாவும் ஏர்ஃபோர்ஸில் இருந்தாங்க. ஸோ அவங்கள பார்த்து மோட்டிவேட் ஆனது தான் நானும் NCCலையும் இருந்தேன் காலேஜில். ஸோ அதில் சிமிலர் ஸ்டோரி. நான் வந்து நேவியில் இருந்த ஆஃபீஸர்ஸ் எல்லாரையும் வந்து பார்த்துருக்கேன் நான் NCCயில் இருந்தப்போ. ஸோ அதை பார்த்து மோட்டிவேஷன் வந்தது, ஜாயின் பண்ணேன். രണ്ടുപേർക്കും ഒരു NCC ബാക്ക്ഗ്രൗണ്ട്, ഇൻ അഡീഷൻ ടു മോട്ടിവേഷൻ കുറച്ച് സ്കിൽ സെറ്റും, അതായത് ഈ ഡിഫൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സ്കിൽ സെറ്റ് ഓൾറെഡി ഒരു ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറി. NCCയിലെ മെമ്മറബിൾ ടൈം എന്ന് പറയാം. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് കമാൻഡർ രൂപ നേവി NCCയിലായിരുന്നു, ഞാൻ ആർമി NCCയിലായിരുന്നു. മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് എന്ന് പറയുകയാണെങ്കിൽ NCCയിലുള്ള ക്യാമ്പ്സിലെല്ലാം നമ്മൾ ഓരോ ക്യാമ്പിൽ പോകുന്ന സമയത്ത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കും. യൂണിറ്റി ആണെങ്കിലും, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ ആണല്ലോ NCCൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. സോ അതെല്ലാം നമുക്ക് ഓരോ ക്യാമ്പിൽ നിന്നും കിട്ടും. നമുക്ക് ഒരു മിലിറ്ററി ബിയറിംഗ് അവിടെ ഉണ്ടാവും. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് NCC നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തത് NCC എന്നാണ്. ഒരുപാട് ക്യാമ്പ്സിൽ പങ്കെടുക്കാൻ പറ്റിയത് NCC എന്നാണ്. സോ എല്ലാ ക്യാമ്പിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് എടുത്തു പറയാനായിട്ടൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷെ ഓവറോൾ വളരെ വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു NCC എന്ന് പറയുന്നത്. ഈ ആർമി NCC കഴിഞ്ഞപ്പോൾ ആർമിയിലേക്ക് അട്രാക്റ്റഡ് ആയില്ലേ? എനിക്ക് ആർമിയിൽ പോകാൻ ആയിരുന്നു ആദ്യം താല്പര്യം. അങ്ങനെ ആർമിയിൽ പോകാനായിരുന്നു താല്പര്യം. കാരണം ആർമിയിൽ NCCയിലായതുകൊണ്ട്. അങ്ങനെ ആർമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. ഒരു 4-5 തവണ SSB ഇൻ്റർവ്യൂസ് കൊടുക്കണം നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട്. SSB ബാംഗ്ലൂർ, ഭോപ്പാൽ, പിന്നെ അലഹബാദ്, ഈ 3 സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് SSB ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. SSBയിൽ 5 days ഇൻ്റർവ്യൂ സ്ക്രീനിങ് ക്ലിയർ ചെയ്തു, 5 days ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു, മെഡിക്കലും ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്ക് ടു ബാക്ക് എല്ലാ SSB ക്ലിയർ ചെയ്യുകയാണെങ്കിലും കൂടെ മെറിറ്റ് ലിസ്റ്റിൽ വരുന്നുണ്ടായിരുന്നില്ല. കാരണം വേക്കൻസീസ് കുറവായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണത് അങ്ങനെ നടക്കുന്നതെന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം 8ാം ക്ലാസ് മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ എന്നാലും കിട്ടുന്നില്ല. അപ്പം അങ്ങനെയാണ് 6ാമത്തെ SSB ഇൻ്റർവ്യൂവിൽ നേവിയിൽ ജോയിൻ ചെയ്യുന്നത്. What about you? You have always kept your mind in Navy. நான் வந்து நேவி NCCயில் இருந்ததால நேவல் யூனிஃபார்ம், அந்த ஒயிட் அண்ட் ஒயிட்
நேவி என்சிசி யூனிஃபார்மாக இருந்தது. ஸோ அப்போலேருந்து எனக்கு நேவி தான் ஜாயின் பண்ணணும்னு ஆசை. அப்புறம் வந்து நான் கேம்ப்ஸில் ஆஸ் யூ செட் கேம்பில் நான் வந்து ஒரு டைம் ஐ வாஸ் த பெஸ்ட் கேடட் டியூரிங் த கேம்ப்ஸ். அண்ட் எனக்கு வந்து பவர் ஆஃப் கமாண்டோட அவார்டும் கிடச்சிது. ஸோ அப்போலேருந்தே வந்து எனக்கு பரேட் ட்ரில் அதெல்லாம் வந்து ரொம்ப ஆசை. ആനുവൽ ട്രെയിനിങ് ക്യാമ്പ്. അപ്പോൾ ഡിഫൻസിൽ ജോയിൻ ചെയ്തു, രണ്ടുപേരും സെയിലിംഗ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ്സിലും ഡിവിഷൻസിലാണ് വർക്ക് ചെയ്തിരുന്നത്. ദിൽനന്റെ ഏത് ഡിവിഷനാണെന്ന് നമ്മുടെ ഓഡിയൻസിൽ ഞാൻ ലോജിസ്റ്റിക്സ് കാഡറാണ്. സോ ഞാൻ BCom ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത് 2014. സോ ഞാൻ നേവിയിലുള്ള എല്ലാ സപ്ലൈസ്, പേ ആൻഡ് അലവൻസസ് ഇതെല്ലാമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതാണ് എൻ്റെ കാഡർ. ഈ നേവിയിൽ കയറുമ്പം ഇങ്ങനെ ഒരു ഡെസ്ക് ജോബ് ആവുമെന്ന് വിചാരിച്ചിരുന്നു? ലോജിസ്റ്റിക്സ് ബ്രാഞ്ച് ആണെന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. സോ ആ കോള് വരുന്ന സമയത്ത് നമുക്ക് അറിയാം ലോജിസ്റ്റിക്സിലോട്ടാണ് പോകുന്നതെന്നുള്ളത്. പക്ഷേ സെയിലിംഗ് ടേക്കപ്പ് ചെയ്യുന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അക്കാഡമിയിലായ സമയത്തും എനിക്ക് പണ്ടൊക്കെ വെള്ളത്തിൽ ഭയങ്കര പേടിയായിരുന്നു, ഹൈറ്റിനെ പേടിയായിരുന്നു. സോ അക്കാഡമിയിൽ ഒരു റെസ്ട്രിക്ഷനും കിട്ടിയിട്ടുണ്ട്. പണിഷ്മെൻ്റ് എന്ന് പറയും, നമ്മൾ സെയിലിംഗ് ക്ലാസ്സിന് പോവാത്തതിന് എനിക്ക് റെസ്ട്രിക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സെയിലിങ്ങിലോട്ട് എത്തുന്നുള്ളത്. പക്ഷേ ഓവർ പീരീഡ് ഓഫ് ടൈം അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ടേക്കപ്പ് ചെയ്തത്. ഈ രൂപേന്റെ കേസിൽ എങ്ങനെയാണ്? ഏത് ഡിവിഷനായിരുന്നു? நான் நேவியில் நேவல் ஆர்மமெண்ட் இன்ஸ்பெக்ஷன் கார்டர். அது வந்து நேவல் ஷிப்ஸில் இருக்க ஆர்மமெண்ட்ஸ், கன்ஸ், மிசைல்ஸ் எல்லா வெப்பனோடது இன்ஸ்பெக்ஷன் வந்து எங்களோட பிரான்ச் தான் வந்து இன்ஸ்பெக்ட் பண்ணி ரெடி இல்லை நாட் ரெடி அதை வந்து சொல்லுவோம். ஸோ ஆனால் அந்த பிரான்ச்சில் வந்து ஜாயின் பண்ணேன் நேவியில். இப்போ ഈ സെയിലിംഗ് ആയിട്ട് ഒരു ഫസ്റ്റ് ഇൻട്രാക്ഷൻ വന്നത്? ஸோ ஃபர்ஸ்ட் செயிலிங் இன்ட்ராக்ஷன் வந்து எனக்கு ஒரு சீனியர் ஆஃபீஸர் வந்து என்னை வந்து பேர் கொடுக்க சொன்னாங்க செயிலிங்க்கு. ஸோ அப்படி தான் நான் வந்து எனக்கு பேர் கொடுத்தேன். நான் செயிலிங் இதுவரையும் நான் நேவியில் NCCயில் இருந்திருந்தாலும் செயிலிங் முன்னாடி பண்ணதில்லை. அப்போ வந்து பேர் கொடுக்க சொன்னப்போ நான் வந்து ஜாயின் பண்ணேன் செயிலிங். ஃபர்ஸ்ட் டைம் நான் வந்து செயிலிங் பண்ணது எனக்கு சுத்தமாக பிடிக்கவே இல்லை. நான் வந்து ஏன் வந்து செயிலிங் பண்ணுறாங்கன்னு நான் யோசிச்சுக்கிட்டே இருந்தேன் செயிலிங் பூரா ஃபுல் டைம். அதுதான் வந்து என்னோட ஃபர்ஸ்ட் செயிலிங். நான் நேவி ஜாயின் பண்ண அப்புறம் தான் வந்து செயிலிங் கற்றுக்கிட்டேன். 2018. എനിക്ക് സെയിലിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റായിട്ട് സെയിലിംഗ് ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു സീനിയർ വന്നിട്ട് ഈ ഒരു IG ഉണ്ട്, ഞാനൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ആക്ച്വലി. ഞാൻ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങും ക്രിക്കറ്റിലും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് നേവിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ലോജിസ്റ്റിക്സ് ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. അപ്പം എനിക്കൊരു പിന്നെയും എന്തെങ്കിലും അഡ്വെഞ്ചറസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു നേവി നാവിക സാഗർ പരിക്രമയുടെ IG വന്നത്. സോ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അതിനുവേണ്ടി വോളണ്ടിയർ ചെയ്തു. സെയിലിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും വോളണ്ടിയർ ചെയ്യാനുള്ള കാരണം അഡ്വെഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം. സെയിലിംഗ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എങ്ങനെയാണ് ലൈഫ്? എൻ്റെ ഫസ്റ്റ് സെയിലിംഗ് എക്സ്പീരിയൻസ് ഞാൻ ഒരു ലൈഫിലൊരു തവണയും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് സെയിലിംഗ് എക്സ്പീരിയൻസ് ചെറിയ ബോട്ടിലായിരുന്നു. മുംബൈയിൽ നമുക്ക് സ്മോൾ ബോട്ടിന് വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടു. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബോട്ടിൽ ഒറ്റയ്ക്ക് തന്നെ വിട്ടു. സോ ഈ സെയിൽ എങ്ങനെ കാറ്റ് വരണം, എങ്ങനെ നമുക്ക് ഇതിനെ ട്രിം ചെയ്യണം ഒന്നും അറിയില്ല. സോ ഞാനവിടെ സാധാരണ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, നമ്മൾ ഇരിക്കണം. നമ്മളെ മൂവ്മെന്റ് അത് ഭയങ്കര ക്വിക്കായിരിക്കണം. അല്ല, നമ്മളെ മൂവ്മെന്റ്സ് എല്ലാം ഭയങ്കര ക്വിക്കായിരിക്കണം. എങ്ങനെ നമുക്ക് സെയിൽ ട്രിമ്മിങ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആ ബൂം വന്നിട്ട് എൻ്റെ തലയിൽ ഇടിക്കുന്നതായിരുന്നു. ഞാനവിടെ ഇതിൻ്റെ ബോട്ടിൽ വീണു, ഒരുപാട് ക്യാപ്സൈസ് ആയി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. இட் வாஸ் ரொம்ப கஷ்டமாக இருந்தது என்னோட செயிலிங் எக்ஸ்பீரியன்ஸ். நானும் ஃபஸ்ட்டு செயிலிங் ஆனப்போ ஒரு நாளைக்கு அட்லீஸ்ட் ஒரு 10-15 டைம் கேப்சைஸ் ஆனேன். அந்த ஒரு நிமிஷம் கேப்சைஸ் ஆகி தண்ணிக்குள்ளே ஒரு 2 செகண்ட் இருப்பீங்க. அந்த இந்த செயில் வந்து உங்கள் மேலே விழுந்துடும். சப்போஸ் நீங்கள் வந்து இப்படி விழுந்தீங்கன்னா வந்து செயில் வந்து மேலே இருக்கும். ஸோ யூ நீட் டு மூவ் அவுட் மேனுவர் அண்ட் தென் கம் அவுட் ஆஃப் த வாட்டர். ஸோ ஃபார் தட் அந்த ஒரு கொஞ்சம் நிமிஷம் வந்து யூ ஃபீல் லைக் யூ கோயிங் டு டை.
but somehow it's like 10-15 times ஒரு நாளைக்கு வந்து I used to capsize because நான் வந்து அந்த நேவல் sailing டீமோட மான்சூன் sailing சீசன்ஸில் வந்து நான் வந்து ப்ராக்டிஸ் பண்ணப்போ ரொம்ப கஷ்டமாக இருந்தது. பட் என்னன்னு தெரியல, அது ஒரு அட்ராக்ஷன், ஒரு காலிங் மாதிரி. நான் வந்து டெய்லி போவேன் ப்ராக்டிஸ்க்கு. நான் வந்து உள்ளே வந்து நான் வந்து ஏன் போகிறேன்னு கேட்டுக்கிட்டே வந்து நான் வந்து இந்த ப்ராக்டிஸ்க்கு போயிட்டு இருந்தேன். பிகாஸ் ஐ லைக் த ஸ்போர்ட். So it didn't deter you? No. I think it was, I feel, I never got to get over that. Like, எனக்கு வந்து லைஃப்பில் ஏதாவது ஒன்று கிடைக்கலன்னா I cannot like leave that. So, and அது வந்து ரொம்ப கஷ்டமாக இருந்ததுனால வந்து நான் டெய்லி போவேன். So just to see like what will happen if I don't like give up. Like I wanted to get better at it. So that's why I kept going again and again. Convincing oneself, yes. So our samayathe, did you think that in future at some point of time you will be taking up such a huge mission? No, நான் இமேஜின் பண்ணி பார்க்கவே இல்லை இந்த மாதிரி. நான் நேவி ஜாயின் பண்ணப்போ வந்து இந்த நவிகா சாகர் பரிக்ரமா ஃபர்ஸ்ட் வந்து ஜேர்னியில் இருந்தாங்க. நான் அந்த நியூஸ் வந்து ஃபாலோ பண்ணேன். பட் ஆனால் வந்து நான் வந்து இந்த ஒரு ஜேர்னியை பண்ணுவேன்னு நான் வந்து நினச்சி கூட பார்க்கல. ഒരു എതിർപ്പാറാതെ ഒരു വിഷയം ഇത്. ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും സ്ഥിരം പോവായിരുന്നു. അത് ഡു യു ആട്രിബ്യൂട്ട് ദാറ്റ് ടു യുവർ ടൈം സ്പെൻഡ് ഇൻ NCC? യെസ്, ഈവൻ NCC வந்து இந்த ட்ரில் இல்லை ஃபயரிங் இல்லை வந்து ரொம்ப கஷ்டமாக இருக்கும். நான் வந்து ஃபிசிக்கலாக வந்து ரொம்ப ஆக்டிவாக இருந்தது கிடையாது. நான் ஸ்கூல் காலேஜில் நான் வெறும் வெரி அகடமிக்லி ஓரியன்ட். கிளாஸில் வந்து எப்படி ஃபஸ்ட்டு வரலாம் மட்டும்தான் யோசிச்சுட்டு இருந்தேன் படித்து. நான் வந்து ஸ்போர்ட்ஸில் லிஃப்ங்கமானதில் இந்த மாதிரி நான் எந்த ஸ்போர்ட்ஸுமே வந்து விளையாடதே கிடையாது ஸ்கூலில். ஸோ மேபி அதனாலமோ என்னமோ அதை பார்த்து எனக்கு வந்து அந்த ஒரு ஸ்போர்ட்டில் அந்த ஒரு ஃபீல்டில் வந்து நான் வந்து ஐ வாஸ் நாட் ஏபிள் டு ஷோ ஆர் ப்ரூவ் வாட் வாஸ் மை கேப்பபிலிட்டி இன் தட். ஸோ அதனால் ஒரு ஈர்ப்பு இருந்ததுன்னு நினைக்கிறேன். ഈ 2018 ഫസ്റ്റ് സെയിലിംഗ് എക്സ്പീരിയൻസ് റഫ്ലി എല്ലാവരുടെയും ആ ടൈമിലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് സെയിലിംഗ് എക്സ്പീരിയൻസ്. പക്ഷേ റിലേറ്റീവ്ലി ഷോർട്ട് ടൈം സ്പാനിൽ യു ബിക്കം വെരി പ്രൊഫഷ്യൻറ്റ് ഇൻ സെയിലിംഗ്. സോ ഹൗ ഡിഡ് ദാറ്റ് ആ ഒരു എവല്യൂഷൻ ഹാപ്പൻ? സോ 2021 നമ്മൾ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സോർട്ടി സെലക്ഷൻ സോർട്ടി ഫ്രം ഗോവ ടു കൊച്ചി ആൻഡ് ബാക്ക്. ഈ കമാൻഡർ അഭിലാഷ് ടോമിയുടെ ആദ്യത്തെ അഡ്വൈസ് എന്തായിരുന്നു നിങ്ങൾക്ക്? വാസ് ഇറ്റ് അബൌട്ട് എന്താ എൻ്റെ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തിനെ കുറിച്ചാണോ, അത് അബൌട്ട് ഹൗ യു ഡു ദിസ് തിങ്? സ്വാഭാവികമായിട്ടും ഈ സമൺ ഹു ഹാസ് ഡൺ ഇറ്റ് ഇൻ ദ പാസ്റ്റ്. എന്തായിരുന്നു കക്ഷി നിങ്ങളോട് ആദ്യം പറഞ്ഞ എന്തായിരുന്നു? சரோட ஒரு ஃபேமஸ் அட்வைஸ் எப்போ பாரு நாங்கள் வந்து சேலிங் போகிறதுக்கு முன்னாடி ஒரு விஷயம் சொல்லுவார். இட்ஸ் லைக் நோ ஓவர் போர்ட், நோ மேன் ஓவர் போர்ட், நோ கொலிஷன் அண்ட் நோ கிரவுண்டிங். ஸோ இது மூணும் வந்து இஃப் ஹீ சேஸ் தட் இது மூணும் வந்து இஃப் யூ மேக் ஷுர் யூ டோன்ட் டூ இட் தென் எவ்ரி திங் எல்ஸ் இஸ் இட்ஸ் ஓகே நார்மல் அண்ட் வாட் யூ நோ ஹவு டு மேனேஜ் த போட். ஸோ இதுதான் வந்து சாரோட மெயின் அட்வைஸாக இருந்தது. மற்றபடி வந்து மெயினாக வந்து ஐ டோன்ட் திங்க் ஸோ சாரை விட ஒரு பெஸ்ட் மென்டர் எங்களுக்கு கிடச்சிருக்கலாம் வேர் ஹீ கேன் டீச் அபவுட் சர்வைவல் அண்ட் எமர்ஜென்சி. பிகாஸ் அவர் வந்து ஆஃப்டர் ஆல் வாட் ஹி ஹஸ் கான் த்ரூ டியூரிங் ஹிஸ் ஜேர்னி, ஐ திங்க் வி லேர்ன் ഫ്രം ദ ബെസ്റ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു സർ എപ്പോഴും പറഞ്ഞ ഒരു കാര്യം സ്റ്റിക്ക് ടു ദ ബേസിക്സ് ആണ്. ബേസിക്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. നമ്മൾ ഒരുപാട് സെയിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആവുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ബേസിക്സ് മറക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ബേസിക്സ് ഒരിക്കലും മറക്കരുത് എന്നുള്ളൊരു കാര്യം. സോ നമ്മൾ എൻറ്റയർ ജേർണിയിൽ നമ്മൾ ആ ഒരു കാര്യം ഈ ഒരു കാര്യം പിന്നെ ബേസിക്സ് മറക്കരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലുണ്ടായിരുന്നു. ലൈക്ക് കൻ യു എക്സ്പ്ലെയിൻ ബേസിക്സ് മറക്കരുത് പറഞ്ഞാൽ എന്തൊക്കെ എന്താണ് വാട്ട് ക്യാൻ ഗോ റോങ് എന്നാണ്? നമ്മൾ ബോട്ട് എടുത്തിട്ട് നമ്മൾ ജെട്ടിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബോട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഓവർ കോൺഫിഡൻ്റ് ആവരുത്. ബോട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് നമ്മൾ എടുത്തങ്ങ് പോകാൻ നമുക്ക് അത് ചെയ്യരുത്. പിന്നെ എൻട്രിങ് ലീവിങ് ഹാർബറിലാവുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഒരു വാച്ച് കീപ്പിംഗ് വേണം. ഒരുപാട് ഫിഷിംഗ് വെസൽസും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യാം. സോ അത് നമ്മൾ എൻഷുർ ചെയ്യണം. പിന്നെ കടലിലാണെങ്കിലും കൂടെ ഒരുപാട് ട്രാഫിക് ഉണ്ടാവും. സോ വി ഹാവ് ടു ബി അലേർട്ട്. സോ ഇതെല്ലാം എൻഷുർ ചെയ്യാനാണ് സർ എപ്പോഴും പറഞ്ഞത്. ഈ നോ മാൻ ഓൺ ബോർഡ് എന്ന് പറഞ്ഞ് എന്ത് കോണ്ടെക്സ്റ്റിലാണ് അതൊന്ന് പറഞ്ഞുതരാം?
நோ மேன் ஓவர் போர்டுன்னா வந்து മറ്റ് വെസൽസിൽ നിന്ന് இல்லை தவறி வந்து போட்லேருந்து தவறி தண்ணி உள்ள தெரியாமல் விழுந்துட்டா வந்து இட்ஸ் கால்ட் மேன் ஓவர் போர்டு. ஸோ அந்த டைமில் வந்து யூ நீட் டு ஆல்வேஸ் வேர் யுவர் லைஃப் ஜாக்கெட் அண்ட் யூ நீட் டு கீப் யுவர் செல்ஃப் ஹார்னஸ்ட். ஒரு எப்பயுமே நாங்கள் வந்து ஒரு ஹார்னஸ்ட் அண்ட் ஸ்லிங் போட்டு போட்டோட அட்டாச் ஆகிருப்போம். தட் இஸ் அது வந்து இட் ப்ரிவென்ட்ஸ் யூ ஃப்ரம் ஃபாலிங் ஓவர் போர்ட். എനിക്കത് മനസ്സിലായി. നമ്മളിപ്പോൾ എത്ര ട്രെയിനിങ് വന്നാലും the rapport between you two should be very essential because it's just you two and the scenes. So how was that, our rapport development അല്ലെങ്കിൽ അതിനൊരു നിങ്ങളുടെ ഒരു ഇക്വേഷൻ കെമിസ്ട്രി ഒക്കെ അതും ഭയങ്കര ഗ്രാജുവൽ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ 2021 നമ്മൾ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻറ്റയർ ട്രെയിനിങ് പീരീഡ് നമ്മൾ എല്ലാ സോർട്ടീസിലും നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു ട്രെയിനിങ് ചെയ്തത്. സോ നമ്മൾ കൂടെ കടലിൽ ഈ ചെറിയൊരു ബോട്ടിൽ 17 മീറ്റർ നീളം മാത്രമുള്ള ഒരു ബോട്ടിൽ നമ്മൾ നിൽക്കുമ്പം നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ എന്താ സ്ട്രെങ്ത് എന്താ വീക്ക്നെസ് എന്താ ആളുടെ സ്വഭാവം എല്ലാം നമുക്ക് മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ആ ആളിനെ പറ്റി അറിയാനും നമുക്ക് പറ്റും. മാത്രമല്ല നമുക്കറിയാം നമുക്ക് ഈ എക്സ്പെഡീഷൻ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീം വർക്കിൻ്റെ ആവശ്യമാണ്. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരാൻ തുടങ്ങി. കാരണം ബേസിക്കലി നമുക്ക് കൂടെയുള്ള ആളെ പറ്റി അറിഞ്ഞിരിക്കണം. അത് സോർട്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് മനസ്സിലായത്. ലാൻഡിൽ നമ്മൾ വളരെ കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഈ 3 years ട്രെയിനിങ് പീരീഡിൽ. കൂടുതൽ സമയം നമ്മൾ കടലിൽ തന്നെയായിരുന്നു. സോ അതാണ് നമ്മളുടെ കൂടുതൽ ടൈം കടലിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി. സോ ആ റാപ്പോ ടീം വർക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു. ഈ കടലിൽ സെയിൽ ചെയ്യണത് ഇപ്പോൾ ഓപ്പൺ ബേ അല്ലെങ്കിൽ മാൻഡോവി പോലത്തെ ബേയിലാണെങ്കിൽ there are people to help you എന്തെങ്കിലും ഇൻസ്റ്റൻസസ് വന്നാൽ. പക്ഷേ ഇത്രയും ഡെപ്തുള്ള ഓഷ്യനിൽ സെയിൽ ചെയ്യുമ്പോൾ ലൈക്ക് ഒരു ഫിയർ, ഹൗ ഡു യു മിറ്റിഗേറ്റ് ദ ഫിയർ ഫാക്ടർ? സോ നമ്മൾ സെയിലിംഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 6 പേരുടെ കൂടെയാണല്ലോ നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷിഫ്റ്റ് വന്ന സമയത്ത് ഡുവൽ ഹാൻഡഡ് ആയ സമയത്ത് ഫസ്റ്റ് സോർട്ടി നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ബോട്ടിൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് നമ്മൾ കുറച്ച് എല്ലാ കാര്യത്തിനും ഭയങ്കര സ്പീഡായിരുന്നു ചെയ്യാൻ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ ടൈം അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡി മൈൻഡ് എല്ലാം അതിനായിട്ട് അഡാപ്റ്റ് ആവും. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ഡീപ്പ് ഓഷ്യനിൽ പോകുന്ന സമയത്ത് ഈ എൻറ്റയർ സർക്കം നാവിഗേഷനിൽ തന്നെ പസഫിക് ഓഷ്യനിലും ഒരു 10 days ടൈം ഉണ്ടായിരുന്നു. നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിന് വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നെയാണ് അങ്ങനെ ഒരു പീരീഡിൽ നമ്മൾ പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലൂടെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനത്തെ പേടി കാര്യങ്ങൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. പക്ഷെ അത് പ്രാക്ടീസിലൂടെ എല്ലാം നമുക്ക് മറികടക്കാൻ പറ്റി. എങ്ങനെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നത് ഈ ഒരു നമുക്കിത് മാസ്റ്റർ ചെയ്തു എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വന്ന ഒരു ടൈം? പ്രാക്ടീസ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സോർട്ടിയിൽ അങ്ങനെ കൂടുതലായിട്ടും കോൺഫിഡൻസ് വന്നു എന്ന് തോന്നിയത്? അങ്ങനെ പെർട്ടിക്കുലർ സോർട്ടി എന്നില്ല. നമ്മൾ ആദ്യം ഡുവൽ ഹാൻഡഡ് ചെയ്തത് ഗോവ ടു പോർട്ട് ബ്ലെയർ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നു. പിന്നെ ഗോവ ടു മൗറീഷ്യസ് അത് കഴിഞ്ഞ് വന്നു. അപ്പോഴേക്കും നമുക്ക് മനസ്സിലായി നമുക്ക് ഈ സർക്കം നാവിഗേഷൻ പോകാൻ വേണ്ടി നമ്മൾ റെഡിയാണെന്നുള്ളത്. TNI അഭിലാഷ് ടോമിയായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഹി ഫെൽറ്റ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഡു ദ സർക്കം നാവിഗേഷൻ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ലൈക്ക് ദ നേവി വാസ് കൺവിൻസ്ഡ് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഡു ദ ജേർണി ആ ഒരു ടൈം പീരീഡിൽ. പിന്നെ ജേർണി തുടങ്ങി. നേരത്തെ ഒരു ഓൾ വുമൺ ടീം ഉണ്ടായിരുന്നു. അവരുടെ എന്തെങ്കിലും അഡ്വൈസോ എന്തെങ്കിലും ഇൻട്രാക്ഷൻസോ ഉണ്ടായിരുന്നു? ഫസ്റ്റ് നാവിക സാഗർ പരിക്രമ പോയ ഒരു 6 women ഓഫീസേഴ്സിന് നമ്മളെ ഇൻട്രാക്ഷൻ അധികമായിട്ട് ഉണ്ടായിരുന്നില്ല. ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഇൻട്രാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇൻട്രാക്ഷൻ ഈ സെയിലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അൺപ്രസിഡന്റ് ആയിട്ടുള്ളൊരു ബസ് ഇന്ത്യൻ പബ്ലിക്കിന്റെ ഇടയിലും മീഡിയന്റെ ഇടയിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു 2 പേര് ട്രാവൽ ചെയ്യുന്നു അറൗണ്ട് ദ വേൾഡ് ബോട്ടിൽ. അപ്പോൾ അത് ഹൗ ഡിഡ് ദാറ്റ് ഇൻസ്പയർ യു? അത് ഒരു മോട്ടിവേഷണൽ ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വെരി ഒബ്ലീവിയസ് ടു ഇങ്ങനത്തെ ഒരു സംഭവം ഹാപ്പനിങ് ഓൺ ദ ബാക്ക്ഗ്രൗണ്ട്?
ഗ്രൂപ്പ്സ് എല്ലാം പല അതെ 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 അത് നമുക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു, നമുക്കൊരു നല്ല മോട്ടിവേഷൻ ആയിരുന്നു. നമുക്കിത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പിന്നെ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ഇത് കംപ്ലീറ്റ് ആയിട്ട് വരിക എന്നുള്ളത് നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. സോ അത് പോസിറ്റീവായിട്ടാണ് നമ്മളെ അത് ബാധിച്ചിട്ടുള്ളൂ. എനിക്കൊന്നും മേ ബി ബിക്കോസ് ഈ കമാൻഡർ ദിലീപ് ദോണ്ടയും അത് കഴിഞ്ഞ അഭിലാഷ് ടോമിയൊക്കെ സെറ്റ് ചെയ്തൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതായത് അതുവരെ നമുക്ക് അറിയില്ലായിരുന്നു എന്താണ് ഈ സർക്കംനാവിഗേഷൻ നടത്തുക അല്ലെങ്കിൽ സോളോ ആയി ചെയ്യുക, നോൺ സ്റ്റോപ്പ് ആയി ചെയ്യുക. ദെൻ നിങ്ങളുടെ ടീം വന്നപ്പോഴത്തേക്ക് ലോട്ട് ഓഫ് പീപ്പിൾ നോ ദാറ്റ് അത് എങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്നുള്ള അതിൻ്റെ ഒരു വലിയ മീഡിയ അവയർനെസ് ഉണ്ട്. പീപ്പിൾ വെർ ഓൾസോ അവെയർ. തീർച്ചയായിട്ടും അത് എത്രത്തോളം അതൊരു പ്രഷറായിരുന്നു, അതോ അതായത് വലിയ എക്സ്പെക്ടേഷൻസ് ആണ് നമ്മുടെ മേലിലെന്നൊരു റിയലൈസേഷൻ ഉണ്ടല്ലോ? അല്ല അതൊരിക്കലും പ്രഷർ. ஸோ நாங்கள் எப்பயுமே வந்து இந்த வாட் எவர் மீடியாவில் வர்றது வெளியில் வந்து வாட் எக்ஸ்பெக்டேஷன்ஸ் தே ஹாவ் மோர் தேன் எவ்ரி திங் we had our own expectations or with related to performance or doing the mission as a whole. So that was more than what the others had. And we, like she said, and the responsibility, like this is the 4th time we are doing it and we had to keep up with our pioneers, Donde sir and Tommy sir, and Tommy sir was a mentor, so we actually had to give our best. So that expectation we had it for ourselves. So that was more than anything else. നിങ്ങളുടെ വെസലിന്റെ കാര്യത്തിൽ at any point of time നിങ്ങൾ ഈ INS മാധി കണ്ടിട്ടുണ്ടായിരുന്നു പോയിട്ട്? നാങ്ക ഫസ്റ്റ് വെസൽ. അപ്പോൾ അതിന്റെ അത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള വെസൽ കൂടെയാണ് കമാൻഡർ ദോണ്ടയ്ക്കും അഭിലാഷ് ടോമിക്കും. നിങ്ങളെ പോയിട്ട് അത് കാണുക എങ്ങനെ? നമ്മള് INSV മാധയിൽ സെയിൽ ചെയ്തിട്ടുണ്ട്, നമ്മളൊരു സോർട്ട് ചെയ്തിട്ടുണ്ട് PFRന് വേണ്ടി ഫ്രം ഗോവ ടു വിശാഖപട്ടണം ആൻഡ് ബാക്ക്. സോ നമ്മൾ അതിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. So that time actually we had that attachment with Madhey. First our attachment developed with Madhey because adha vandu engaloda first longest sortie after getting selected. The PFR da vandu first long sortie, so it was for 3 months. So 3 months 3 மாசம் வந்து நாங்க மஹாதேல தான் சேல் பண்ணோம். So வந்த உடனே வந்து then they were like தரணியோட வந்து you need to start training. So அப்போ வந்து we felt close to Mahadev first. Mahadev comparatively smaller vessel than compared to Tharani. No, it's exactly the same. Is accommodating 6 people alle korchum kodi? No, exactly the same. Okay. കുറച്ച് വെയിറ്റ് ഡിഫറൻസ് ഉണ്ട്, ലൈറ്റ് കുറച്ചും കൂടെ ലൈറ്റർ ആണ് താരിണി. എന്താണ് what was the reason നമ്മൾ തരണിയിലേക്ക് പോകാനുള്ള റീസൺ എന്തായിരുന്നു? Because அதுதான் மாதே ஆல்ரெடி 2 டைம் circumnavigation பண்ணியிருந்தது. அந்த relative boat was relatively new boat was Tarini. இது 2 பண்ணிருக்கு, so Tarini's second was pending. Now they are equal. And when they get a journey, what was the role played by the ocean sailing node? Your experience the ocean sailing node in there. ഓഷ്യൻ സെയിലിംഗ് നോഡാണ് നമ്മുടെ എല്ലാ ബോട്ടും, ഇന്ത്യൻ നേവിയിലുള്ള എല്ലാ ബോട്ട്സും സെയിലിംഗ് വെസൽസും ഓഷ്യൻ സെയിലിംഗ് നോഡിൻ്റെ അണ്ടറിലാണുള്ളത്. ക്യാപ്റ്റൻ പ്രശാന്ത് മേനൻ സാറാണ് അതിൻ്റെ OIC. സോ ഓഷ്യൻ സെയിലിംഗ് നോഡ് എന്ന് പറയുന്ന എല്ലാ എക്സ്പെഡീഷനും പിന്നെ എല്ലാ തരത്തിലുള്ള റേസസും എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഓഷ്യൻ സെയിലിംഗ് നോഡ് ത്രൂ ആണ്. മാത്രമല്ല ഈ നാവിക സാഗർ പരിക്രമ നമ്മൾ ഈ എക്സ്പെഡീഷൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും മേജറായിട്ട് ലൈക്ക് അതൊരു കണ്ടക്ട് ചെയ്യുന്നത് ഓഷ്യൻ സെയിലിംഗ് നോഡ് ത്രൂ ആയിരുന്നു. അതിൻ്റെ in the like to conduct this Sagar Parikrama, இது வந்து ஒரு 3 to 4 years of project. So வந்து initially starting from training, அதுக்கப்புறம் வந்து phase wise training எப்படி ப்ரோக்ரெசிவாக பண்ணுறதுன்றது வந்து டிசைட் பண்ணது it was Captain Prashant Menon. And how did we do it with the first வந்து ஸ்டார்டிங்கில் crew ஓட வந்து நாங்கள் பண்ணியிருந்தோம், experienced skippers of Navy for first 1 year. அதுக்கப்புறம் வந்து getting Abhilash sir into this project as a mentor and planning the second phase of the training. அது வந்து நாங்கள் 2 பேர் மட்டும் எப்படி செயில் பண்ணுறோன்றத வந்து planning of training. அதுக்கப்புறம் வந்து conducting the refit of the boat was another main thing, because in the boat வந்து already circumnavigation plus various expeditions வந்து பண்ணியிருந்தது தரணி, like Cape to Rio and Mauritius sortie. அதோட refit வந்து we need to like
do an in-depth major refit of checking every nut and bolt in the boat, so that because this is going to be a very big project, so அதை வந்து எப்படி ஃபேஸ் வைஸ் வந்து ரீஃபிட் பண்ணுறது, யார் வந்து பண்ணுவாங்கன்றது, all these were like done by the Ocean Sailing Node and OIC. പിന്നെ 4 സ്ഥലത്ത് നമ്മൾ പോർട്ടിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഓഷ്യൻ സെയിലിംഗ് നോഡ് ത്രൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇപ്പം എക്സ്പെഡീഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാംസും ഈ ഇന്ത്യയിലുള്ള എല്ലാ ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് ഓഷ്യൻ സെയിലിംഗ് നോഡ് ത്രൂ ആണ്. Were you scared? To come back? No. Before starting. I would say scary. It's a kind of feeling like you're going into something unknown, just believing in your ability and your training and the support and faith of yourself and people. எல்லாரையும் சுற்றி கொடுக்குற நம்பிக்கையில் வந்து நீங்கள் ஒரு பயணத்தை வந்து தொடங்குறீங்க. பட் ஆனால் என்ன ஆகும்னு வந்து தெரியாது. The fear of the unknown. Yes. That's it. Yeah. And what about you? ഒരു മിക്സ്ഡ് ഫീലിംഗ് തന്നെയായിരുന്നു. ഈ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പോകുന്നതിൻ്റെ ഒരു 1 വീക്ക് മുമ്പേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കൂടെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താവും, ക്യൂരിയസ് ആയിരുന്നു, ആങ്സൈറ്റി, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയില്ല എന്താണ് മുമ്പോട്ട് എന്നുള്ളത്. കടലിൽ ഒരു ദിവസം പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്ത് എപ്പോൾ വേണം നടക്കാം. പിന്നെ നമ്മൾ ഡ്രേക്ക് പാസേജ്, കേപ്പ് ഓൺ, ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരണം, ലോകത്തിൻ്റെ മറ്റേ സൈഡിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ചു വരണം എന്നുള്ള ഇതെല്ലാം മനസ്സിലൂടെ ഓടുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ഫാമിലീസും ഫ്രണ്ട്സ് എല്ലാം നമ്മളെ കാസ്റ്റ് ഓഫ് ചെയ്യാൻ വരുന്നു. ആ ഒരു മൊമെന്റ് എൻറ്റയർ നേഷൻ നമ്മളുടെ മേല് തരുന്ന ആ ഒരു ബിലീഫ്, അത് ആ എക്സ്പെക്ടേഷൻ നമ്മൾ കീപ്പപ്പ് ചെയ്യണം. സോ അതൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി തന്നെയായിരുന്നു. പക്ഷേ സെയിൽ ഔട്ട് ചെയ്തതിന് ശേഷം ആ ഒരു മൊമെന്റ് ഭയങ്കര റിലീഫായിരുന്നു. എല്ലാം പിറകിൽ വെച്ച് നമ്മൾ എല്ലാ ടെൻഷനും എല്ലാം നമ്മൾ പുറകിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ സെയിൽ ഔട്ട് ചെയ്തത്. അത് ഭയങ്കര റിലീഫായിരുന്നു ആക്ച്വലി. അതിൽ ഈ ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയാണ്? when you were chosen for the expedition, families എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? They were okay with that or they tried to dissuade you? സോ ഇതിനു വേണ്ടി വോളണ്ടിയർ ചെയ്ത സമയത്ത് എൻ്റെ അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എനിക്കത് അറിയാം, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇമോഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കി ഞാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്യാതെ, ഒരുപാട് ചാലഞ്ചസ് ഉണ്ടെങ്കിലും കൂടെ അവരെ കൺവിൻസ് ചെയ്യാനാണ് ഞാൻ നോക്കിയത്. കുറച്ച് ടൈം എടുത്തു കൺവിൻസ് ചെയ്യാൻ, പക്ഷേ മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ അമ്മയ്ക്കും അറിയാം എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് എങ്ങനെയെങ്കിലും ഞാൻ ചെയ്യും എന്നുള്ള കാര്യം. സോ ഇനീഷ്യലി കുറച്ച് ഇതാണെങ്കിലും കൂടെ കൺവിൻസ് ചെയ്യാൻ കുറച്ചൊരു ടൈം എടുത്തെങ്കിലും കൂടെ പിന്നെ അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്. ഹസ്ബൻഡും ഒരു നേവി ഓഫീസർ അല്ലേ? അതെ. അപ്പോൾ നേവി ഓഫീസർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ, അല്ലെങ്കിൽ സെയിലിംഗ് എന്താണെന്ന് അറിയണമുണ്ട് കുറച്ച് ഫിയർ കൂടുതലായിരുന്നു. അതെ. സോ ഹസ്ബൻഡ് നേവിയിൽ ആണ്, മുംബൈയിലാണ് കമാൻഡർ ധനേഷ്. സോ നേവിയിൽ ഷിപ്പിൽ സെർവ് ചെയ്തുകൊണ്ട് തന്നെ കടൽ എങ്ങനെയാണ്, കടൽ എത്രമാത്രം റഫ് ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തരുന്നു. നീ വിചാരിക്കുന്ന പോലെയല്ല, ഇത് ഭയങ്കര റഫായിരിക്കും, ഭയങ്കര ഇതത്ര ഈസി അല്ല എന്നൊക്കെ പറയെങ്കിലും കൂടെ ചില സമയത്ത് ഞാൻ സെയിൽ ചെയ്തിട്ടില്ല ഷിപ്പിൽ, ഞാൻ അങ്ങനെയുള്ള കടല് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മേ ബി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് അറിയാത്തതുകൊണ്ട് അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ എന്തായാലും എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് കൂടുതലായിട്ട് തന്നെ എല്ലാം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് അതിനുണ്ടായിരുന്നു. തങ്ങളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു ഫാമിലിയുടെ? என்னோட அம்மா என்கூட வந்து ஒரு 2 வாரமாக பேசவே இல்லை. நான் இது ஆக்சுவலாக நான் வந்து அந்த ஒரு சிக்னல் வந்தது இல்லையா, அந்த சிக்னலில் வந்து மென்ஷன் ஆயிருந்தது ரெக்வெஸ்ட் வாலண்டியர்ஸ் ஃபார் கோயிங் அரவுண்ட் த வேர்ல்டு பை அ விமன் ஆஃபீஸர். அப்புறம் வந்து இந்த ஸ்டாப்ஸ் அதெல்லாம் வந்து அனுப்பிச்சது. நான் வந்து அதை அமுச்சு விட்டுருந்தேன். யாருமே வந்து எதுவுமே சொல்லவே இல்லை எங்கள் வீட்டில். அவங்களுக்கு ஆக்சுவலாக புரியல நான் வந்து என்ன சொல்கிறேன்றது. நான் வந்து என்னோட பேர் கொடுத்துருக்கேன்னு தான் சொன்னேன். அதுக்கப்புறம் வந்து ரொம்ப பெரிய பிரச்சனை, லைக் எங்கள் வீட்டில் பேசவே இல்லை. அப்புறம் நிறையா என்னோட சித்தி மாமா எல்லாரும் கால் பண்ணி கவுன்சிலிங் பண்ணாங்க. எனக்கு ஏதாவது பிரச்சனையா, என்ன பிரச்சனை, ஏன் வந்து இந்த மாதிரி ஒரு இதுக்கு போகிற. என்னோட அங்கிள் வந்து மர்ச்சன்ட் நேவியில் இருந்திருந்தாங்க. ஸோ அவர் சொன்னார், யூனோ செயிலிங் வந்து கடல் வந்து
actually changes a person. நீ வந்து திரும்ப வரும்போது you will not be the same person and it will change you. So think before whatever you're doing. அந்த மாதிரி வந்து நிறைய suggestions எல்லாம் வந்தது. But in the end வந்து after 2-3 months when I really நான் இதில் தான் எனக்கு போகணும் அப்படின்னு சொன்னதில் என்னோட பேரண்ட்ஸ் வந்து ஒரு விஷயம் சொன்னாங்க, லைக் நீ வந்து if you're really happy doing this, then we'll support you. So since then they've always been supportive. ഓഷൻ മനുഷ്യനെ ചേഞ്ച് ചെയ്യുമെന്ന് പറയും, ഓഷൻ ചേഞ്ച് ചെയ്തു. സോ എന്താണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് ആഫ്റ്റർ ദിസ് വോയേജ്? എന്തെങ്കിലും നോട്ടീസബിൾ ആയിട്ടുള്ള? So நிறைய சேஞ்சஸ் இருக்கு. இட்ஸ் லைக் ஸ்மால் திங். லைக் இட் சேஞ்சஸ் யுவர் நீங்கள் வந்து ஒரு விஷயத்தை எப்படி வந்து பார்க்குறீங்கன்றது வந்து அது ஒரு சேஞ்ச் இருந்தது. லைக் டைரெக்டாக நான் எனக்கு என்ன தோணுச்சுன்னா, ஓஷன் லைக் கடலில் வந்து உங்களுக்கு டைரெக்டாக வந்து ஆன்சர் கிடைக்காது, லைக் இதுதான் வந்து ஆன்சர்னு வந்து கிடைக்காது. ஸோ யூ கோ த்ரூ அ சிச்சுவேஷன் அகெயின் அண்ட் அகெயின் ஃபைனலி அன்டில் யூ சேஞ்ச் யுவர் பெர்ஸ்பெக்டிவ். பிகாஸ் அதுதான் வந்து ஒரு ஒன்லி ஆப்ஷன் அங்கே. ஏன்னா வந்து there is no other option, there's no other person to blame or there's no other way அந்த ஒரு விஷயம் வேற மாதிரி ஒரு நடக்கிறதுக்கு. So unless and until you change the way you look at that thing, so that happens, your perspective changes finally. So then you come to an acceptance and because அந்த ஒரு விஷயம் வந்து கடல்ல நீங்க ரொம்ப நாளா வந்து அந்த since your perspectives have changed over in the sea, when you come back you start to look at the things the same way on the land as well. So that's when you accept that okay, I don't see this thing like how I used to see before. You become more patient? I think yes. Because naturally you don't have an option to With me. അല്ല എങ്ങനെയല്ലേ പറഞ്ഞ പോലെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ആ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് ഒറ്റയടിക്ക് അങ്ങ് പറയാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഓഷനിൽ ഒരിക്കലും കാര്യങ്ങളും സ്മൂത്ത് ആയിരുന്നില്ല, എപ്പോഴും ചേഞ്ചസ് ആയിരിക്കും. സോ ആ ചേഞ്ചാണ് കോൺസ്റ്റന്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അത് ആക്ച്വലി ഇപ്പോൾ ബിലീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ മാറും, സിറ്റുവേഷൻസ് മാറും. സോ ദാറ്റ്സ് നോർമൽ. അത് അങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനോട് എങ്ങനെ ഹാപ്പി ആവാം, നമുക്ക് ലക്ഷ്യൂറിയസ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും വേണ്ട ലൈഫിൽ ഹാപ്പി ആവാൻ നിൽക്കാൻ എന്നുള്ളൊരു കാര്യം ആക്ച്വലി അത് ട്രൂ ആണ്. ഈ വോയേജിൽ ടർബുലൻസ് ഓഫ് ദ സീ ആണോ ടർബുലൻസ് ഓഫ് ദ മൈൻഡ് ആണോ കൂടുതൽ? Both are difficult to manage. அது வந்து storm is like even the worst of this is what Commander Tommy used to tell us, that even the worst of the storm doesn't last more than 72 hours. So that actually taught us the impermanence of life generally. Like nothing lasts, even the storms or even the good days, even the bad days, even the nil wind days, nothing lasts. So but all throughout in the weather வந்து மாறிக்கிட்டே இருந்தாலும் வந்து it's like your, like what you said, and the turbulence of the mind, it's like happening depending on like what we felt was sea ஓட mood எப்படி சேஞ்ச் ஆகுதோ எங்களோட மூடும் வந்து சேஞ்ச் ஆகிட்டே இருக்கும் அதுக்கேற்ற மாதிரி. So we were like in sync with the nature. So when it's all sunny and bright and like very nice, we are also like happy and like we're sailing, making good speed. And then when suddenly there's a storm coming up and everything changes, engloda oru and the mood on the change idol. So we go start checking and we start looking into the future, like what precautions can we take. So we get into that mode. So it was like we were always in sync. സദേൺ ഓഷ്യനിൽ നമുക്ക് ഒരുപാട് വെതറൊക്കെ വളരെ മോശമായിരിക്കുമ്പം സൺ ഉണ്ടാവേ ഇല്ല, ഒരുപാട് ദിവസത്തിന് സണ്ണേ ഇല്ല. സോ അങ്ങനത്തെ സമയത്ത് ശരിക്കും ഗ്ലൂമി ഡേയ്സ്, അങ്ങനത്തെ ഒരു റെയിനി സീസൺ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ മൈൻഡും അതിനനുസരിച്ചിട്ട് നമ്മളെ പ്രാണം അതില്ലാതെ ആവുന്ന സമയത്ത് നമുക്കും അതിനായിട്ടുള്ള ചേഞ്ചസ് വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു അക്സെപ്റ്റൻസ് കി ഇറ്റ്സ് മെൻ ടു ബി ലൈക്ക് ദാറ്റ്, നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവും, അത് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു അത് ഹാൻഡിൽ ചെയ്യാൻ. ഏറ്റവും സ്കേറി ആയിട്ടുള്ള മൊമെന്റ് ഏതായിരുന്നു? കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഫെയിലിയർ ഒക്കെ ഉണ്ടായല്ലോ.
നമുക്ക് പസഫിക് ഓഷ്യനിലായിരുന്നു ഇൻസ്ട്രുമെന്റ് ഫെയിലിയർ ഉണ്ടായിരുന്നത്. അതൊരു സ്കെയറി മൊമെന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യോ, അല്ലെങ്കിൽ യു ട്രെയിൻ ഫോർ ദാറ്റ്? ആക്ച്വലി നമ്മൾ ട്രെയിനിങ്ങിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ നമ്മളെ എല്ലാത്തിനും വേണ്ടി ഒരിക്കലും നമുക്ക് പ്രിപ്പയർഡ് ആവാൻ പറ്റില്ല. 100% നമുക്ക് ഒന്നിനും പ്രിപ്പയർഡ് ആവാൻ പറ്റില്ല. സോ ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ പസഫിക് ഓഷനിൽ നമ്മളുടെ ബോട്ട് ഹെഡിങ്ങും GPS-ഉം പിന്നെ സ്റ്റിയറിങ്ങും വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡോടെ പോയി. സോ ആ ഒരു മൊമെന്റിൽ നമുക്ക് ബാക്കപ്സ് ഉണ്ട്. നമുക്ക് GPS-നാണെങ്കിലും എല്ലാത്തിലും ബാക്കപ്പ് ഉണ്ട്. പക്ഷെ അത് നടന്ന ആ ഒരു സമയത്ത് ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി, എന്താ നടക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കത് പെട്ടെന്ന് അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആ ട്രെയിനിങ് ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, റിപ്പയർ വർക്ക് ആണെങ്കിലും നമ്മൾ ചെയ്തു. സെയിലെല്ലാം നമ്മൾ ആദ്യം താഴ്ത്തി, കാരണം നമുക്ക് മുമ്പോട്ട് പോകാൻ നമുക്കപ്പം പറ്റുന്നുണ്ടായിരുന്നില്ല. സോ സെയിലെല്ലാം താഴ്ത്തി. സെയിം ടൈം നമുക്കൊരു 100 knot സ്റ്റോം നമ്മുടെ ആ ഒരു സെയിം ഏരിയയിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ഒരു 3 to 4 hours എടുത്തു നമുക്ക് എല്ലാം കേബിൾസിലൂടെയും നോക്കാനും എവിടെയാണ് പ്രശ്നം പറ്റിയതെന്ന് മനസ്സിലാക്കാനെല്ലാം. സോ കുറച്ചൊരു ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു അത്. പക്ഷെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റി. ഹാഫ് ഓഫ് ദ സിസ്റ്റം നമുക്ക് കിട്ടി. കോക്പിറ്റ് കൺസോളിൽ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ബോട്ടിൽ ഒരു കാര്യം കേടായിട്ടുണ്ടെങ്കിൽ അതിനെ എഫക്ട് ചെയ്യും, വേറെയുള്ള ഇൻസ്ട്രുമെന്റ്സിനും കൂടെ എഫക്ട് ചെയ്യും. എല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഐസൊലേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഐസൊലേറ്റ് ചെയ്തിട്ട് വേണ്ടി ബാക്കി പസഫിക് ഓഷ്യൻ സെയിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു 3 hours നമുക്കതെല്ലാം ശരിയാക്കാൻ പറ്റും. ഈ നെമോ പോയിന്റ് ഇപ്പോ മറ്റേ കര ഏറ്റവും ദൂരെയുള്ള പോയിന്റ്, അവിടെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അത് നമ്മളെ ജേർണീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി മാറിയൊരു സ്ഥലമാണ് പോയിന്റ് നീമോ. അവിടെ ആരും പോയിട്ടില്ല എന്നുള്ള കാര്യം ത്തോണ്ട് തന്നെ നമുക്ക് അവിടെ പോകണം എന്നുള്ളത് ഭയങ്കര നമുക്കൊരു ഇതായിരുന്നു. അവിടുത്തെ പോയേ പറ്റുള്ളൂ എന്നുള്ളത്. സോ നമ്മളുടെ ഒരു 100 miles അവേ ആയിരുന്നു പോയിന്റ് നീമോ. നമ്മളെ റൂട്ട് അതിലൂടെ അല്ലായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ പോകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡീറൂട്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഗോവയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഷിപ്പിൽ ജേർണി തുടങ്ങുന്നതിന് മുമ്പ് പേഴ്സണൽ ആയിട്ട് ദിൽനേന്റെയും രൂപേന്റെയും ഐറ്റംസ് എന്തായിരുന്നു? ലൈക്ക് കംഫർട്ട്സ് എന്ന് പറയാൻ പറ്റുന്ന മ്യൂസിക്, ഫുഡ്, ബുക്സ്. എനിക്ക് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കടലിലോട്ട് നോക്കിയിരിക്കാൻ ഇഷ്ടമായിരുന്നു. കടലിന്റെ വേവ്സ് നോക്കിയിരുന്ന സമയം പോകുന്ന ആക്ച്വലി അറിയില്ല. സോ അത് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി, അതിന്റെ ബ്യൂട്ടി ഒരു വേറെ തന്നെയാണ്. പിന്നെ മ്യൂസിക്, ഞാൻ ബുക്ക് കൂടുതൽ വായിക്കാറില്ല. പക്ഷേ മൂവീസ് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ സർക്കം നാവിഗേഷനിൽ നമുക്കതൊന്നും കാണാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇക്വേറ്റർ കടന്നതിന് ശേഷം വെതർ റഫ് ആയിരുന്നു. സോ നമ്മൾ അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. எனக்கு வந்து காஃபி, புக்ஸ் அண்ட் மியூசிக். ஸோ ஐ கோட நான் வந்து ஒரு சின்ன ஒரு போர்ட்டபிள் எஸ்ப்ரெஸோ மிஷின் ஒன்று இருக்குது, டேக் ஃபார் ஹைக்ஸ் அண்ட் ஆல். நான் அது வந்து ஸ்பெஷலாக வாங்கி எடுத்துகிட்டு போனேன் ஜஸ்ட் ஃபார் குட் காஃபி. அண்ட் புக்ஸ் நான் வந்து நிறைய புக்ஸ் எடுத்துகிட்டு போனேன். பட் ஆனால் வந்து ஒரு புக்கு படிக்கிறதுக்கு கூட வந்து டைமே இல்லை. ஐ திங்க் ஐ வுட் ஹவ் ரெட் 1 or 2 odd books in the entire 8 months. அண்ட் அதுவும் வந்து ஒரு விட்டு படித்தது. மியூசிக், என்னோட ஃபோன் வந்து ஆஸ்திரேலியாவில் ஐ ட்ராப் மை ஃபோன் இன் த சி. ஸோ என்னோட எல்லா டவுன்லோடட் பிகாஸ் எல்லாமே வந்து ஆஃப்லைனில் தான் யூஸ் பண்ண முடியும். ஸோ என்னோட பிளேலிஸ்ட், சாங்ஸ் எல்லாமே வந்து போயிடுச்சு. ஆஃப்டர் தட் ஐ ஜஸ்ட் ஹேட் சம் ஒரு 10 சாங் இருந்தது. அதையே திரும்ப கேட்டு for the entire 8 months. இப்போயும் வந்து அந்த ஒரு சில சாங் கேட்டால் வந்து I go back to that moment because those were the only songs I have heard throughout the month for long months. I was actually interested in her 8 to 10 songs that she ഏതായിരുന്നു? തമിഴാണോ, മലയാളമാണോ, ഇംഗ്ലീഷാണോ? I generally நான் தமிழ் சாங் அவ்வளோ கேட்க மாட்டேன். கேட்டாலும் வந்து இட்ஸ் லைக் 1990s 2000 சாங். I like this once 2-3 songs which I was like this is what they call love, and that song I used to like always hear it, and this is what comes to my mind when you ask
and there were like one or two just musics. I like EDM kind, just the music, so those songs. നമ്മൾ നേരത്തെ സ്റ്റോംസിന്റെയും ടെക്നിക്കൽ ഫെയിലിയേഴ്സിന്റെയും കാര്യം സംസാരിച്ചു. പക്ഷെ വാട്ട് വാർ ദി എന്താണ് ഒരു ട്രയംസ് ഓഫ് ദിസ് ജേർണി? ഇങ്ങനത്തെ ഒരു ഗോൾഡൻ സൺസെറ്റ് ആണ്, ലൈക്ക് വാട്ട് ഇസ് ദ എക്സോട്ടിക് മറൈൻ ലൈഫ് ദാറ്റ് യു സോ along the way? സോ സൺസെറ്റ്, സൺറൈസ് അത് കടലിൽ കാണുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു ഓറഞ്ച് കളറിലുള്ളൊരു ഇത് നമ്മളെ കടലിൻ്റെ ഹൊറൈസണിൽ നിന്ന് വരുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ നമ്മളെ കടലിൻ്റെ കളറുകൾ മാറും, പല തരത്തിലുള്ള കളറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കടലിന്. പിന്നെ ഒരുപാട് സീ ബേർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൽബട്രോസ്, പല തരത്തിലും പല നിറത്തിലൊക്കെ ഉള്ള ആൽബട്രോസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഫ്ലൈയിങ് ഫിഷസ് ബോട്ടിലേക്ക് ചാടി വരും, നമ്മളതിനെ എടുത്ത് വലിച്ചെറിയും. ചില സമയത്ത് അത് വന്ന് നമ്മളെ ഫേസിലും ഇതിലൊക്കെ വരും, ഭയങ്കര പെയിൻഫുൾ ആണ്. സോ ഫ്ലൈയിങ് ഫിഷസിനെ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ക്വിഡ് ബോട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെന്ന് പറയണമെങ്കിൽ വെയിൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. വെയിൽസും ഡോൾഫിൻസ് എല്ലാം നമ്മളെ കൂടെ തന്നെ നമ്മളെ സ്വിം ചെയ്ത് വരും. അതിനെ സെയിൽ ബോട്ട് കാണുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആണ് ഈ ഡോൾഫിൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കൂടെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. നമ്മൾ പോയിട്ട് ഗോപ്രോ എടുത്തിട്ട് അതിനെ ഷൂട്ട് ചെയ്യാനൊക്കെ നോക്കും. വെയിൽസ് ആണെങ്കിൽ നമ്മൾ ഇനീഷ്യലി കാണുന്ന സമയത്ത് നമ്മൾ ഈ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ അത് ഓടിപ്പോകുന്നത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കലെല്ലാം നിർത്തി നമ്മൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങി. സോ ഇതൊക്കെയാണ് ഭയങ്കര. പിന്നെ കളറ്, സ്കൈൻ്റെ കളറ് ഒരുപാട് നിറത്തിലുള്ള പല ഡിഫറെന്റ് കളറിലുള്ള സ്കൈ നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടുപേരും ഒരേ സമയത്ത് ഉറങ്ങുകയാണോ, എങ്ങനെയാണ് അതിന്റെ ലൈക്ക് വൺ ഓഫ് ദം വിൽ always be awake, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഷെഡ്യൂൾ ഉണ്ടായിരുന്നോ? So we had this flexible watch, like we used to maintain watch when there's everything is normal, ella weather ellam normal ah irundappo, and flexible ah irundhathu. Like if I could push for like 5-6 hours na vandu பண்ணுவேன். அதுக்கப்புறம் தென் அவங்க she wakes up and she does. பட் ஆனால் வந்து வெதர் வென் ரஃபான் ஆயிட்டா வந்து ரெண்டு பேருமே வந்து இருப்போம். ஏன்னா வந்து there's a lot of noise in the boat, the noise of the waves வந்து போட் மேலே விழறப்போ இருக்கிற நாய்ஸ், அந்த ரிக்கிங்லேருந்து வந்து there's a lot of noise which comes up. ஸோ ஒருத்தவங்க வந்து போய் ரெஸ்ட் எடுத்தாலும் வந்து you cannot take rest, like தூக்கம் வந்து வராது, thinking there's other person who's struggling or like sitting and so அந்த டைம்ல வந்து நாங்க ரெண்டு பேருமே வந்து முழிச்சிருப்போம். so there were times, most of the times like நாங்க ரெண்டு பேருமே முழிச்சிருந்தோம் எல்லா டைமுமே. so after that everything storms எல்லாம் முடிஞ்ச அப்புறம் வந்து then we take rest. sleep cycle ഒക്കെ affected ആവില്ലേ സ്വാഭാവികമായിട്ടും? we got affected with a lot. mainly வந்து நாங்க அந்த break இருந்தது இல்லையா, 14 days of break when we came back. அப்போ வந்து when we got time to sleep at night, we were not, அப்போ வந்து எங்களுக்கு தூக்கம் வரவே இல்லை நைட்ல. ஏன்னா வந்து திடீர்னு வந்து there was no set routine of sleep ஷிப்ல போட்ல. வந்த உடனே வந்து டியூரிங் த டே வி ஹேட் லாட் ஆஃப் இந்த ப்ரோக்ராம்ஸ் அண்ட் மெயின்டெனன்ஸ் அண்ட் ஆல் தட். அப்புறம் நைட்டில் வந்து போய் தூங்கணுன்னா வந்து எங்களுக்கு தூக்கம் வரவே இல்லை. there were a lot of headaches and problems. I think we became land sick when we came back. and by the time கொஞ்சம் கொஞ்சமாக வந்து ஸ்லீப் செட்டில் ஆகும்போது வந்து it was time to leave back again for sailing. so this 8 months completely our sleep cycle was so very disrupted. അത് ഒരുപാട് നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിസ്റ്റേക്സ് വരുത്താൻ തുടങ്ങും. പല ആൾക്കാരിലും പല രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് സ്ലീപ്പ് ഇല്ലാതെ ആവുന്ന സമയത്ത്. സോ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ സ്ലീപ്പിൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മൾ തന്നെ പറയും ഐ തിങ്ക് യു ഷുഡ് ടേക്ക് റെസ്റ്റ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും റെസ്റ്റ് എടുപ്പിക്കും. സോ പിന്നെ നമുക്കൊരു സ്ലീപ്പ് സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ സ്ലീപ്പിൻ്റെ പാറ്റേൺ എല്ലാം നോക്കാൻ വേണ്ടി. സോ നമ്മൾ ഒരു 14 അടുത്ത ലാൻഡിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ സ്ലീപ്പ് ബാങ്കിങ് ചെയ്യാൻ വേണ്ടി പറയും, योग നിദ്ര ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി കംപ്ലീറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചെറിയ രീതിയിൽ നമ്മളത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻസ് മൊത്തം ഫോർ സൈഡ് സറൗണ്ടഡ് ബൈ വാട്ടർ, കണ്ടീഷൻസ് മൊത്തത്തിൽ വെറ്റാണ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഷേക്കി. അപ്പം ഈ ഒരു കണ്ടീഷൻസ് കൊണ്ട് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ ഒക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രത്യേകിച്ച് സദേൺ ഓഷ്യനിൽ
ഭയങ്കര തണുപ്പാണല്ലോ, ഫുൾ ടൈം ഭയങ്കര തണുപ്പായിരിക്കും. നമ്മൾ 6 to 7 ലെയേഴ്സ് ഇട്ടിട്ടാണ് എപ്പോഴും ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ വിൻഡ് ചില്ല് ഉണ്ടാവും, പിന്നെ സീ സ്പ്രേ എപ്പോഴും നമ്മൾ മേലടിക്കും. സോ ഓൾ ദ ടൈം നമ്മൾ വെറ്റായിരിക്കും, എപ്പോഴും നമ്മൾ വെറ്റ് തന്നെയായിരിക്കും. സോ ഡെഫിനറ്റ്ലി നമ്മൾ കിടക്കുന്ന സ്ഥലമാണെങ്കിലും ശരി, അതിലൂടെ പോർട്ട് ഹോൾസിൻ്റെ ഉള്ളിലൂടെ ചെറിയൊരു ജനൽ പോലെ ഉണ്ട്, അതിനുള്ളിൽ കൂടെ വെള്ളം വരും. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്ന മാട്രസ് നനയും. സോ അവിടെ നമുക്ക് കിടക്കാൻ പറ്റില്ല, അപ്പം നമ്മൾ തിരിച്ചിട്ട് കിടക്കും, പിന്നെ അതും നനയും, പിന്നെ അത് തിരിച്ചിട്ട് നടക്കും. സോ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു വെറ്റായിട്ടുള്ള ഒരു മാട്രസിൽ നമുക്ക്. സോ ഇങ്ങനെ ഒരു സീ സ്പ്രേയും വെള്ളം ഉള്ളിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ സ്ലീപ്പ് സൈക്കിളിന് ഡെഫിനറ്റ് ആയിട്ടും അതെല്ലാം എഫക്ട് ചെയ്യാറുണ്ട്. റൈറ്റ്. ഈ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഓഫ് സെയിലിംഗ്, പിന്നെ ഇപ്പൊ പറഞ്ഞ മെന്റൽ ആൻഡ് ഫിസിക്കൽ എയിൽമെന്റ്സ് അല്ല ഡിഫിക്കൽട്ടീസ്, അതൊക്കെ പിന്നെ ലോൺലിനെസ് ഇൻഡ്യൂസ്ഡ് ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ സീയില്. അപ്പൊ അതൊക്കെ ഹൗ ഡു യു മിറ്റിഗേറ്റ് എസ്പെഷ്യലി ലോൺലിനെസ് ആസ്പെക്ട്? ലോൺലിനെസ് എന്ന് പറഞ്ഞത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ ഓരോ ഫെസ്റ്റിവൽസ് വരുന്ന സമയത്ത്, സപ്പോസ് ഓണം, വിഷു, ഇങ്ങനെയൊക്കെ ഓരോ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് വീട്ടിൽ ആലോചിച്ചിട്ട് നമുക്ക് ചെറിയ വിഷമം വരാറുണ്ട്. അല്ലാതെ നമ്മൾ ആക്ച്വലി ഒരുപാട് മിസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമില്ല. കാരണം കടലിൽ ഹാപ്പി ആയിരുന്നു. ഈവൻ ദോ അവിടെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ചാലഞ്ചസ് ഉണ്ടെങ്കിലും കൂടെ തന്നെ അത് എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലോൺലിനെസ് ഒരിക്കലും ഒരു പ്രശ്നമായിരുന്നില്ല. മാത്രമല്ല നമ്മൾ രണ്ടുപേരുണ്ടെങ്കിലും കൂടെ തന്നെ നമുക്ക് ആ ഒരു പേഴ്സണൽ സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ചെറിയ ബോട്ടിൽ ഒരാളുണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റേ ആൾക്കൊരു സ്പേസ് ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. സോ ആ ലെവലിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേവി നമ്മളെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ സ്വന്തം സ്റ്റിച്ച് ചെയ്യണം, എങ്ങനെ ഇഞ്ചക്ഷൻ വെക്കണം, ഇതെല്ലാം ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിരുന്നു. ഇന്ത്യൻ നേവി നമുക്ക് അതിനുള്ള ട്രെയിനിങ് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ കൂടാതെ തന്നെ ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടായിരുന്നു ഇന്ത്യൻ നേവിയുടെ. ഏത് ടൈമിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരെ ഫോൺ കോൾ നമുക്ക് അപ്രോച്ച് ചെയ്യാം. മാത്രമല്ല നമ്മൾ വളരെ തോട്ട്ഫുൾ ആയിട്ട് നമ്മൾ ഒരുപാട് ബോക്സസ് മെഡിസിൻ ബോക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏത് മെഡിസിൻ എന്തിനു വേണം എന്നുള്ളത്. കാരണം കടലിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഈസി ആക്കി നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഡോക്ടറിനെ എപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യും ഓൺ കോൾ. എന്നിട്ട് അവർ പറയുന്ന മെഡിസിൻസ് നമ്മൾ എടുക്കും. പിന്നെ മൈനർ ഇഞ്ചുറീസ് എല്ലാം വരുന്ന സമയത്ത് നമ്മൾ തന്നെ ചെയ്യണം അതിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാം. അതൊക്കെ നമ്മൾ ട്രെയിൻഡ് ആണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഫുഡിന്റെ കാര്യമൊക്കെയായിരുന്നു ആർമിയിൽ എന്തോ ഒരു വിങ് അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്തു. ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി ഓഫ് ഇന്ത്യ DFRLന്റെ കുറച്ച് ഫുഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ബിരിയാണി, മൈസൂരിൽ. സോ നമ്മളത് ജസ്റ്റ് പാക്കറ്റ് പൊളിച്ചിട്ട് നമ്മളത് ചൂടാക്കി കഴിച്ചാൽ മതി. സോ നമ്മൾ ഒരു ഇന്ത്യൻ ടച്ച് കിട്ടാൻ വേണ്ടി നമുക്കതിൽ ചിക്കൻ ടിക്ക, പിന്നെ ചപ്പാത്തി, ചിക്കൻ ബിരിയാണി. അപ്പം നമുക്ക് ചില സമയത്ത് ഭയങ്കര സ്റ്റോമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും കഴിക്കാൻ നമ്മളെ മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫുഡ് കഴിക്കേണ്ട ഇഷ്ടപ്പെടുന്ന സാധനം കടലിൽ പോയാൽ ഇഷ്ടപ്പെടാത്ത കാര്യത്തിന് വേണ്ടി ക്രേവിങ് ഉണ്ടാവും. സോ നമ്മൾ അതനുസരിച്ചിട്ട് ഇത് യൂസ് ചെയ്യും. സോ DFRL നമുക്ക് ഫുഡ് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ ബോട്ടിൽ ഫ്രഷ് ഫുഡ് വെക്കാൻ അധികം ഫ്രിഡ്ജും AC ഒന്നും ഇല്ല ബോട്ടിൽ. വളരെ ബേസിക് ആയിട്ടുള്ള ബോട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പോട്ടിൽ നിന്ന് നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് കാലം നിൽക്കില്ല. സോ ആദ്യം നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ആദ്യം യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ടിൻഡ് ഫുഡിലോട്ട് നമ്മൾ മാറും. മെയിൻലി ഫുഡ് എന്തായിരിക്കും? ചോക്ലേറ്റ്സ് ആണ് അല്ലെങ്കിൽ? സോ രാവിലെ നമ്മൾ യൂഷ്വലി കഴിക്കുന്നത് ബോയിൽഡ് എഗ്സ്, ഇല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ്, ഇല്ലെങ്കിൽ ഓംലെറ്റ്. നമ്മൾ രണ്ടു നേരം മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ, മോർണിംഗും പിന്നെ സൺസെറ്റിൻ്റെ മുമ്പേയും. പിന്നെ വൈകുന്നേരം ഒരു മേജർ മീൽ ആണെങ്കിൽ ലഫ്റ്റനന്റ് കമാൻഡർ റൂപയ്ക്ക് റൈസാണ് ഇഷ്ടം, കിനോവ. എനിക്കാണെങ്കിൽ റൈസ് ഇഷ്ടമല്ല, ചപ്പാത്തിയാണ്. സോ ഞാൻ ഈ DFRLന്റെ റോട്ടീസ് ചൂടാക്കി കഴിക്കും. സോ മേജർ രണ്ട് നേരം മാത്രം നമ്മൾ കഴിക്കുന്നത്, രാവിലെയും വൈകുന്നേരം. ഈ വാട്ടർ എങ്ങനെയാണ് അപ്പോൾ? പോർട്ടബിൾ വാട്ടർ ബോട്ടിൽ നമ്മൾ ബോട്ടിൽഡ് വാട്ടർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത്, ലോജിസ്റ്റിക്സ് കാര്യങ്ങളെല്ലാം ലോഡ് ചെയ്യുന്ന സമയത്ത് റേഷൻ്റെ കൂടെ നമ്മൾ
ബോട്ടിൽഡ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ വെജിറ്റബിൾസും എല്ലാ കാര്യങ്ങളും വെജിറ്റബിൾസും പിന്നെ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സീ വാട്ടറാണ്. സോ മാക്സിമം നമ്മൾ സീ വാട്ടർ യൂസ് ചെയ്യുന്നു. കുടിക്കാൻ വേണ്ടി നമ്മൾ ബോട്ടിൽഡ് വാട്ടർ യൂസ് ചെയ്യും. എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ കൊള്ളാം എന്ന് എൻ്റെ ഇടയ്ക്ക് തോന്നാറുണ്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? എസ്പെഷ്യലി ഡ്യൂറിങ് ദിവാലി ഈ ജേർണിയിലായിരുന്നല്ലോ. എനിക്ക് പൊറോട്ടയും എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഒരുപാട് തവണ. So were there some kind of mutual counseling and all? that was அது எப்பயுமே இருந்தது. பிகாஸ் எங்க 2 பேர் இருந்தனால there was no a choice where we both were like down. So when Dilna used to feel a little bit down or something, even though நானும் அந்த மாதிரி இருந்திருக்கலாம், but நான் வந்து I used to show that I'm okay. Yeah. And even it goes vice versa. When I was, it's like the first who starts complaining, so the other one just says like, okay, it's okay, even though I might have felt that. So you say like it's okay. So we always try to keep up that balance. Home sickness ഉണ്ടായിരുന്നു. எங்க அம்மா என்ன சொல்லுவாங்கன்னா, நான் வந்து வெறும் செயிலிங்ல மட்டும்தான் அவங்க கிட்ட பேசுறேன்னு சொல்லுவாங்க. ஸோ அவங்களுக்கு எப்பயுமே வந்து நீ அடுத்து இப்போ நீ வந்து இந்த 14 days இருந்தது இல்லையா, அப்போ வந்து சுத்தமாக எங்களுக்கு டைமே கிடைக்கல வீட்டில் பேசுறதுக்கு. இல்லை வந்து எங்கள் அம்மா வந்து எனக்கு தெரியும் நீ வந்து செயிலிங் போனால் நீ எனக்கு தான் ஃபோன் பண்ணுவேன்னு எனக்கு தெரியும், ஸோ நீ போன அப்புறம் வந்து நான் பேசிக்கிறேன் அப்படி சொல்லுவாங்க. How was like just can you explain what is the embassy? How was it? You sailing in there? What all activities did you do on throughout the day? You were shifting now. സോ കടലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൺറൈസ്. നമ്മൾ സമയം ഡേറ്റ് ഒന്നും നമുക്കറിയില്ല. അവിടെ സൺറൈസും സൺസെറ്റും ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ രാവിലത്തെ ആ ഒരു കപ്പ് ഓഫ് ടീ, അതാണ് നമ്മൾ നെക്സ്റ്റ് ഡേ ജസ്റ്റ് ചില സമയത്ത് അത് മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുന്ന, നാളെ നല്ലൊരു ചായ കുടിക്കാം എന്നുള്ള അത് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നല്ല ഹാപ്പിനെസ് തരും കടലിൽ. സോ സൺറൈസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത് നോക്കും. കാരണം രാത്രി ഒരുപാട് വിൻസും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. രാത്രി പിച്ച് ഡാർക്ക് ആണെങ്കിൽ. അപ്പോൾ രാവിലെ പോയിട്ട് നമ്മൾ റൗണ്ട്സ് എടുക്കും. റൗണ്ട്സ് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേവിക്ക് 2 തവണ റിപ്പോർട്ട് അയക്കുന്നുണ്ട്. നമ്മളെ പൊസിഷൻ, നമ്മളെ സ്പീഡെല്ലാം റിപ്പോർട്ട് അയക്കും ഡൽഹിയിൽ. സോ അത് നമ്മൾ ചെയ്യും 8 o'clock ഈവനിങ് 8 o'clock. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കട്ടെ എന്നുള്ളത് ആലോചിക്കും. അത് ഉണ്ടാക്കി കഴിഞ്ഞ് വെതർ റൗട്ടിങ്ങും കാര്യങ്ങളും നെക്സ്റ്റ് 3 to 4 days വെതർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കും. അതിനനുസരിച്ച് പാസേജ് പ്ലാനിങ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. അത് കഴിഞ്ഞ് എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അതൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഒരു ഈവനിങ് സൺസെറ്റൊക്കെ ആവും. അത് കഴിഞ്ഞ് അഗെയിൻ നമുക്ക് നൈറ്റിന് വേണ്ടി റൗണ്ട്സ് എടുക്കും, നൈറ്റ് റൗണ്ട്സ് എല്ലാം ഓക്കെ അല്ലേ എന്ന് അറിയാൻ വേണ്ടി. കാരണം സൺസെറ്റ് ഡാർക്ക് ആവുന്നതിന് മുമ്പെയാണ് നമ്മൾ റൗണ്ട്സ് എടുക്കുന്നത്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടൈമുണ്ട് അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ നേവിക്ക് നമ്മളെ പൊസിഷൻസ് എല്ലാം അയക്കും. ഇത് കഴിഞ്ഞ് നൈറ്റ് ആയി. എൻ്റയർ നൈറ്റിൽ നമ്മൾ എവേക്കാണ്. നൈറ്റ് സെയിലിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അഗെയിൻ സൺറൈസ്. ഈ നൈറ്റ് ടൈം സീ എക്സ്പീരിയൻസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുമോ? നിലാവുള്ള ദിവസവും നിലാവില്ലാത്ത ദിവസവും വളരെ ഡിഫറെൻ്റ് ആണ്. നിലാവുള്ള ദിവസം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ മൂണിൻ്റെ റിഫ്ലക്ഷൻസ് എല്ലാം നമുക്ക് കടലിൽ കാണാം. നമ്മൾ ബുദ്ധ പൗർണിമേൻ്റെ അന്ന് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മളെ സ്റ്റാർസും നമുക്ക് ഗാലക്സി നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ചില സമയത്ത്. പിന്നെ ഷൂട്ടിംഗ് സ്റ്റാർസ് കാണാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് പോകുന്ന ഷൂട്ടിംഗ് സ്റ്റാർ, അത്രയും ടൈം എടുത്തിട്ട് പോകുന്ന ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ പറ്റും. പിന്നെ ഡാർക്ക് ആണെങ്കിൽ പിച്ച് ഡാർക്ക് ആയിരിക്കും. നമ്മൾ എങ്ങനെ കണ്ണടച്ചിട്ടൊരു കാർ ഓടിക്കുന്ന എങ്ങനെ ഉണ്ടാവും അതേപോലെ നമുക്കൊന്നും കാണില്ല ഫ്രണ്ടിൽ. പക്ഷെ നമ്മളുടെ ആ ഒരു ബിലീഫ്, ആ ഒരു ബോട്ടിനോടുള്ള നമ്മൾക്കാരുള്ള വിശ്വാസം, അതൊക്കെ ഗ്രാജുവലായിട്ട് വരുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നില്ല. നമ്മൾ എപ്പോഴും പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു. കാരണം നമുക്കൊന്നും അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് പിച്ച് ഡാർക്കിൽ പോകുന്ന സമയത്ത് അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഡാർക്കിന് തന്നെ ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ട്. ലൈക്ക് ഇരുട്ടാണെങ്കിലും ഇരുട്ടിന് തന്നെ ഭയങ്കര കൂരിരുട്ടായിരിക്കും ചില സമയത്ത്. സോ കടലിൻ്റെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, കാറ്റിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. സോ അതൊരു ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്.
പിന്നെ നമുക്ക് ബോട്ടിന് ഉള്ളിൽ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, നമ്മളൊരു ചെറിയ റെഡ് ലൈറ്റ് മാത്രമേ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുള്ളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ബോട്ടിൽ നമ്മൾ ഒരു ലൈറ്റും ഇടില്ല. സോ കൂരിരുട്ടായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു വേറെ ഷിപ്പ് വരുവാണെങ്കിൽ നമുക്കതിനെ കാണാൻ പറ്റില്ല. നമ്മൾ മൊത്തം ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ടാർഗറ്റ് കാണാൻ പറ്റില്ല. സോ റെഡ് ലൈറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു അതിനെ മനസ്സിലാക്കാൻ പറ്റും വേറെ ടാർഗറ്റ് വരുന്നുണ്ടെങ്കിൽ. ഡയറി ഒക്കെ സൂക്ഷിക്കാറുണ്ടായിരുന്നു, നോട്ടീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു എവരിഡേ പേഴ്സണൽ നോട്ടീസ് டெய்லி லாக் எங்களுக்கு வந்து தனியா ஒரு ஷிப்ஸ் போட்டோட லாக் இருக்கு. Personally, yeah, we used to actually, that helps. You have a lot of thoughts going on. It helps me to write down and get it out. So, and also நாங்க ரெண்டு பேருமே தனியா ஜர்னல் மெயின்டைன் பண்ணிட்டு இருந்தோம். whatever happy daily என்ன நடந்தது, எங்களோட இண்டிவிஜுவலோட வியூஸ் வந்து எழுதியிருந்தோம். and we planning to get that as a coffee table book to the Indian Navy. Okay. Yes. With all photographs நாங்க எந்ததெல்லாம் எடுத்திருந்தோமோ அதெல்லாம் போட்டு. Usually கடல்ல வந்து மனுஷரை கவிகளாக்கும்னு കേട്ടു. ഞാൻ തീരെ എഴുതാത്ത ഒരാളായിരുന്നു. ഞാൻ കടലിൽ പോയതിന് ശേഷം ഡെയിലി ജേർണൽ എഴുതി ആ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. Yeah, I like writing, so I write it. நான் வந்து அந்த விஷயத்தை நான் எப்படி பார்க்குறேன்றதை வந்து அது வந்து there will be no rhyme in what I'm writing. எக்ஸாக்டாக வந்து பொயட்டிக்காக நான் எழுத மாட்டேன், but it will be like my view of my personal view of how will I describe that thing. For example, like if you see a dark sky or a dark sky which the sea or the water வந்து it completely becomes grey and black sometimes. So suddenly you feel like the sea has become angry for no reason. It's just that adula vandu onnume illa, it's my perspective. I feel like the sea has become angry now. And then when, like I said, it's all sunny and you can see the deep blue color of the ocean, then you feel like the sea is all happy and all that. So andha mari oru personification of the sea usually happens with me. Like I see that as a person who has different moods, and like even the birds, அவங்க தான் வந்து like the birds are all like our constant companions to do during this entire sortie. So we just see how there's a pattern with how they are behaving and adellam. You feel that the sea is trying to convey something, it's communicating with you. Yeah, we keep talking to the sea, the boat. எஸ்பெஷலி நாங்கள் வந்து போட்டோட வந்து பேசிக்கிட்டே இருப்போம், தரணி. அண்ட் இட்ஸ் லைக் நாங்கள் ஏதாவது வந்து பண்ணி போயிட்டுருப்போம், சடன்லி தெர் வில் பி ஸ்பிளாஷ் ஆஃப் வாட்டர் அண்ட் தென் வில் கம்ப்ளீட்லி கெட் வெட் when we are going ahead. So we'll feel like the boat is making us wet wantedly. So we just talk out saying like, you did this wantedly, like why did you do this to me? ஏன்னா நாங்கள் வந்து அந்த வாட்டர் ப்ரூஃப் இது போடாமல் வந்து முன்னாடி போயிருந்திருப்போம். So those things, like it's just how we converse and have this constant company with the boat and the sea. Even with the wind, നമ്മുടെ വിൻഡിന്റെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കും. രൂപ എൻ്റെ അടുത്ത് വന്നിട്ടാ പറയാ, ഐ തിങ്ക് യു ഷുഡ് പ്രേ സോ ദ വിൻഡ് ഡയറക്ഷൻ ക്യാൻ ചേഞ്ച്. ആൻഡ് ഷീ ആക്ച്വലി ട്രസ്റ്റ് ഇൻ മീ. ആൻഡ് നീ പറഞ്ഞാൽ കേൾക്കും, യു ഷുഡ് പ്രേ എന്ന് പറഞ്ഞിട്ട്. We believe in the higher consciousness, I would say, not the universe. ഇപ്പം എക്സ്ട്രീം സിറ്റുവേഷനിലാണല്ലോ നമ്മൾ സാധാരണയായിട്ട് ബിലീവർ ആകുകയോ അല്ലെങ്കിൽ എത്തിച്ചായുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ബിലീവ് വരുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് നിങ്ങളത്? കാരണം എക്സ്ട്രീം സിനാറിയോയിലായിരിക്കും നാച്ചുറലി you will tend to think that there is something above, some superpower which is controlling your mind. We were generally a kind of into all the spiritual practices or something which you see, you believe in the higher potential of all humans. So adu vandu it became more deeper, or you believe with conviction after sailing. You meditate, you like do your breath work. So അതെല്ലാം നമ്മളെ
ആ ഒരു ജേർണിയിലോട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൻ യു ഗോ ടു മൗണ്ടൻ ഓർ ഇത്തരം ഒരു എക്സ്പെഡിഷനിലായിരിക്കുമ്പോൾ യു വിൽ ഹാവ് ദിസ് ഫീലിംഗ് ഓഫ് ഒരു നേച്ചറിന്റെ ഒരു എനോമസ് ആ ഒരു ഫീലിംഗ് ഉണ്ട്. സോ ഡസ് ഇറ്റ് മേക്ക് യു എന്താ കൂടുതൽ ഹംബിൾ ആക്കുകയാണോ ചെയ്യുന്നത് നമ്മളെ? എങ്ങനെയാണ് ആ ഫീലിംഗ്? എന്താ ലൈക്ക് യു ഹാവ് അച്ചീവ്ഡ് എ മൈൽ സ്റ്റോൺ എന്നാണോ തോന്നുന്നത്? അല്ല ഐ എം നത്തിങ്, ഐ എം നോബഡി എന്നുള്ള റിയലൈസേഷൻ ആണോ? എന്താണ് ഇത് കഴിയുമ്പോൾ വരുന്നത്? You get humble, I feel. The more and more you travel or you go out to the ocean, I somehow felt I used to be a very ambitious person. Like, I need to achieve this and all that. Like, sailing taught me there's more to life. And I wouldn't say that I have lowered my ambition, but the ambition has become a wider thing where you feel that you want to experience more which is there to life. And definitely half the way around the world நாங்கள் வந்து sail பண்ணி we were on the third leg. And the third legல வந்து when we were doing Cape Horn, like you said, we were like, okay, half the world வந்துட்டோம், now we are like good and all that. But that day we realized that we do not know, or we cannot know everything in front of the nature. So we felt like we were like students again, and we had to like let go of all the ego or something what like எங்களுக்கு தெரியும் எல்லாமே தெரியும்ன்றது வந்து ஒரு நாளும் வந்து எனக்கு வந்து sailingல வந்து I didn't get that feeling ever. Like, I cannot say that I am like the best or I have learned everything in the sailing even now. I feel like even today if I go to sailing there's a lot more I can learn. So that's what like I think as a community sailing people go to get humbled and then come back again. You want to add something? ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ ലൈക്ക് കേപ്പ് ഓണിൽ നമ്മൾ എഗെയിൻ സ്റ്റുഡൻസ് ആയി എന്ന് പറഞ്ഞ ആ ഒരു കാര്യം, ലൈക്ക് വെദർ അവിടെ നമ്മൾ കേപ്പ് ഓണിൻ്റെ അടുത്ത് വരെ പോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു. കേപ്പ് ഓണിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക്, കാരണം പോയിന്റ് ലീമോ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു. പോയിന്റ് ലീമോ നമ്മൾ അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത കേപ്പ് ഓണിൽ നമുക്ക് അതും പറ്റും എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു. വി ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത്. അവിടെ പോയിട്ട് ഒരു കേപ്പ് ഓണിൻ്റെ കൂടെയുള്ള ഒരു സെൽഫി എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മൾ മോർണിംഗ് ആണ് നമ്മൾ കേപ്പ് ഓൺ റൗണ്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തൊട്ട് കുറച്ച് അവേഴ്സ് വരെ നമ്മൾ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല നമ്മൾ പോവും എന്നുള്ളൊരു എന്തൊരു വാശി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഉണ്ടായിരുന്നു അത്. പക്ഷെ ഒരു മൊമെന്റിൽ നമുക്ക് അതെല്ലാം മാറ്റി വെക്കേണ്ടി വന്നു. നമുക്ക് ഇല്ല, അത് അത്ര ഈസി അല്ല, നേച്ചറിൻ്റെ അടുത്ത് നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു റിയലൈസേഷൻ നമുക്ക് ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു പ്ലാൻ അങ്ങ് വിട്ടത്. എന്നിട്ട് നമ്മളൊരു 20 miles അവേ ആണ് നമ്മൾ കേപ്പ് ഓൺ റൗണ്ട് ചെയ്തത്. സോ നേച്ചറിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും ഹംബ്ലിംഗ് ആയിട്ട് ഒരു ഹംബ്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി ആ കേപ്പ് ഓൺ റൗണ്ട് ചെയ്ത സമയത്ത്. ആ ഒരു നമ്മൾ ബാക്ക് ടു ബേസിക്സിലോട്ട് വന്നു ആക്ച്വലി ആ ഒരു പോയിന്റിൽ. In the Indian context, താങ്കൾ പറഞ്ഞ പോലെ ലൈക്ക് മെൻഷനിങ്, ഇപ്പോൾ ദിൽനയുടെ ഹസ്ബൻഡാണ് എക്സ്പെഡിഷൻ പോകുന്നതെങ്കിൽ no questions will be asked. But when Dilna goes, naturally there will be questions. And when you are going, രൂപയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല മറ്റൊരു മെയിൽ ഓഫീസർ ആണെങ്കിൽ വരുന്നത്. സോ ആ ഒരു നമ്മുടെ ട്രഡീഷനും whatever you call ട്രഡീഷൻ ആണോ കൾച്ചറാണോ ഈ ബാഗേജ് ഇറ്റ് പുൾസ് യു ബാക്ക് അല്ലേ? This is like completely separate from we being as officers in the defense, but we're going for something adventurous, like extreme adventure. We're talking about women, as an Indian woman, me going for an extreme adventure, not the defense. So for that, yes, we definitely have our own baggage, and when it's completely up to you, you are definitely going to lose something. So I feel with respect to defense, there's no, it's always equal opportunities, and starting from academy, right, when you join academy, you get trained together, and nowadays there are equal standards of physical fitness also in the academy, and also when you come, there's an equal opportunity. I actually, to be honest, there are more opportunities for women in defense forces because of the government's policy of Nari Shakti and women empowerment. There are more opportunities coming for women compared to somewhere. I feel the men who are getting opportunities are less compared to women who are getting opportunities. And when we get back to what we spoke before, it's about again, there is an opportunity and for women, and there are a group of women, but now it comes to their background or how their ability to convince a family and go get that opportunity.
So in that, then it comes to a personal choice of a woman to go grab that opportunity, convincing your family or convincing your partner, and then going towards opportunity. Somewhere, some people might not be able to convince them. There, they have to take a choice. So there it comes that you need to take a choice. And when it comes to physical strength in extreme adventure, definitely we need to work harder to reach a stage where a male would have done this, because of how it's going to be a same platform, similar sales, similar boat, exactly similar physical requirement which used to be there, for which we had to work harder to reach that stage. But the outcome is going to be the same. ഫിസിക്കൽ എൻഡ്യൂറൻസ് Yes. രണ്ടുപേർക്കും സെയിം ആയിട്ട് കിട്ടിയിരുന്നു. നമ്മളൊരു സെയിൽ ഹോയിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെയിലിന്റെ വെയിറ്റ് ഒരിക്കലും മാറുന്നില്ല, അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. സോ ആ സെയിം എഫേർട്ട് തന്നെ നമുക്ക് ഇടണം. സോ ആ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡിന് മാറ്റമില്ല. സോ നമ്മളെ എക്സ്പെക്ടേഷനിലും ആ ഒരു കാര്യം ചെയ്യാനുള്ള സ്ട്രെങ്ത് എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ സമയം എടുത്താലും കൂടെ നമുക്ക് അതിലേക്ക് എത്താൻ മേ ബി നമുക്ക് കുറച്ചുകൂടെ ടൈം എടുക്കുമായിരിക്കും, പക്ഷെ നമുക്കത് എത്താൻ പറ്റും. ഇപ്പോൾ റീസെന്റ് PM Modi had invited you for a dialogue, talked about your journey. The message is getting to even wider audience. So what do you have to say about that? എത്രമാത്രമാണ് ഈ ഒരു ഇൻസ്പിറേഷൻ തിരിച്ച് റിഫ്ലക്റ്റ് ആവുന്നത്? സോ നമ്മളെ പ്രൈം മിനിസ്റ്റർ സർ നമ്മളെ ഈ ഒരു നാവിക സാഗർ പരിക്രമനെ പറ്റി പറഞ്ഞു തന്നെ വളരെ ഒരു വലിയ കാര്യമാണ്. കാരണം ഇത് ഒരുപാട് പേരിലേക്ക് എത്താൻ പറ്റി. ആക്ച്വലി ഒരുപാട് പേര് ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ സെയിലിംഗ് വേണമെന്നില്ല, എന്ത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടാൻ പറ്റിയത്. മാത്രമല്ല ഇപ്പം നമ്മുടെ ഈ മൻ കി ബാത്തിലൂടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമ്മുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്തത്, എന്തൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായി. ആക്ച്വലി ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സ്കൂളിലും കോളേജസിലും ഇല്ലെങ്കിൽ അക്കാഡമീസിലും ഒക്കെ പോയിട്ട് നമ്മൾ ഈ ടോക്ക്, മോട്ടിവേഷണൽ ടോക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഒരു മോട്ടിവേഷൻ ആയിട്ട്, അവർക്ക് ഇൻസ്പയർഡ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇതിലേക്ക് വരാം, എങ്ങനെ നമുക്ക് ആംഡ് ഫോഴ്സസിൽ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആൾക്കാർ, ഈ ചെറിയ പിള്ളേർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സക്സസ് ആയിട്ടുള്ളൊരു ഈ ജേർണി കാരണം ഒരുപാട് പേര് അതിലൂടെ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഇനിയും നമ്മൾ മാക്സിമം ആൾക്കാരുടെ അടുത്തേക്ക് ഈ ഒരു ജേർണീനെ പറ്റിയും നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളും നമ്മൾ എങ്ങനെ അതിൽ നിന്ന് സക്സസ് ആയിട്ട് വന്നു എന്നുള്ള ഒരു കഥ, സ്റ്റോറി എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇനിയും ഇൻസ്പിറേഷൻ കിട്ടുമെന്ന് ഞാൻ തോന്നുന്നു. Anything to add to this? எனக்கும் ரொம்ப மகிழ்ச்சியாக இருந்தது நம்மளோட பிரதமர் எங்களுக்கு காண்டாக்ட் பண்ணி பேசினதில். அண்ட் ஐ ஃபீல் தட் திஸ் இஸ் அ வெரி குட் கான்செப்ட், திஸ் மன் கி பாத், வேர் இதில் வந்து எல்லா ஒரு கார்னர்லேருந்து it just shows how diverse we are as a country and how stories of normal people can be heard through millions of the citizens. Actually, we felt very responsible to speak each word in that program because we know that there'll be millions of people listening to that. So it's a great thing where now we feel our story has reached more people because of this. What is your message to young girls who would want to now join the Navy or the force in general? Yeah, like you said, we are in the golden age of sailing where there are more and more circumnavigators and families who have started sailing. And with respect to anything sailing, or it can be anything, what I would want to say is the concept of fear is actually because of I would say inexperience and not of incapability of anyone. Someone is afraid of something because you've not done it, not just because you cannot do it. So I feel to overcome that concept of fear is the action should be to or the solution will be to have the courage to act upon it rather than thinking that it's not possible. So be it sailing or any sport or day-to-day life,
I feel everybody should overcome their fears by acting upon it. എനിക്ക് പറയാനുള്ളത് ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നത് ലൈഫിൽ എപ്പോഴും വരണം എന്നില്ല. സോ എപ്പോൾ കിട്ടുന്നോ അതിനുവേണ്ടി നമ്മൾ 100% കൊടുത്തിട്ട് ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യണം. മാത്രമല്ല റിസ്ക് എടുക്കാനുള്ള ഒരു കഴിവ് ഇല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മളെ സ്പേസ് നമ്മൾ പുറത്ത് വരൂ. എന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുപാട് പഠിക്കാൻ നമുക്ക് അതിൽ നിന്ന് സാധിക്കുകയുള്ളൂ. Yeah. Now that your trip and you people have got very popular, even Prime Minister Narendra Modi himself appreciated you. You're having different fans from all over the country also, right? So what would be your message to your fans? Keep supporting us. It could be ഇപ്പോൾ ജേണി തുടങ്ങിയപ്പോൾ തൊട്ടേ അതിന് മുമ്പേ കുറെ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യുവർ മെസ്സേജ് ടു ദം ഇൻ ജനറൽ നീഡിൻ ബി എന്താണ് ഒരു സോ നമ്മൾ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ചിയർ ഗ്രൂപ്പും ഇല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ ജേർണി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ നിന്ന് കിട്ടുന്ന ഓരോ മെസ്സേജസും നമ്മളെ ജേർണീൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ഓരോ മെസ്സേജസും നമ്മൾ ഏത് മൂഡിലാണോ ഉള്ളത്, ഇല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മളെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു മൊമെന്റിൽ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. In your case, it has made you more sober, calm, content. സോ ആക്ച്വലി ഇങ്ങനത്തെ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ, കടൽ മാത്രമല്ല എന്തും ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രസൻറ്റിൽ, ഇപ്പം ലഫ്റ്റനന്റ് കമാൻഡർ രൂപ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രസൻറ്റിൽ കൂടുതൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് വരും. നമുക്ക് സമയം പോകുന്നത് അറിയില്ല. നമുക്ക് ഇത്ര ടൈം പോയി, ഇത്ര ടൈം എല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് തോന്നും, ഇല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തോന്നും. നമ്മളൊരു പ്രസൻറ്റിലായിരിക്കും. നമ്മൾ പിറകിലായിട്ട് ഒരുപാട് പാസ്റ്റിനെ പറ്റി ചിന്തിക്കില്ല. ഇങ്ങനത്തെ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും, ഇപ്പം ക്രിക്കറ്റിൽ തന്നെ നമ്മൾ ലാസ്റ്റ് 1 ബോളിൽ 6 റൺ അടിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒരുപാട് നോയ്സ് ഉണ്ടാവും എൻറ്റയർ ഗ്രൗണ്ടിൽ. പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് പീസ് ഓഫ് മൈൻഡ്, പ്രസൻസ് ഓഫ് മൈൻഡ്, അതാണ് വേണ്ടത്. സോ ആ ഒരു സിറ്റുവേഷൻ ഉള്ള പോലെയാണ് നമ്മളുടെ എൻറ്റയർ 8 മന്ത്സും നമ്മൾ കടലിലുണ്ടാവുന്നത്. സോ നമ്മൾ ഇൻ ദ മൊമെന്റ് ആയിരിക്കും, ഡീപ്ലി ഫോക്കസ്ഡ് ആയിരിക്കും. സോ നമ്മൾ ആ ഒരു സ്റ്റേറ്റിലോട്ട് വരും. ഒരു റണ്ണിങ് മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. And you are able to replicate അങ്ങനത്തെ ഒരു presence of mind in your day-to-day activities after coming back from. അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നോക്കേണ്ടത്. This is my wallpaper now. I've written that when ocean tries to teach you a lesson, you learn. And if the same happens on the land, you just laugh. So it's like we always keep reminding ourselves that, we have seen worst in the sea. So definitely we can manage this, whatever is happening on the land.